നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പറഞ്ഞാല് സുന്നികൾക്ക് എന്നാണല്ലോ. സുന്നികൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ? എല്ലാ കാലഘട്ടത്തിലും വന്ന സ്വാലിഹ്യങ്ങളൊപ്പം നമ്മൾ ഉണ്ടാവും. അതാണ് നമ്മളൊരു പ്രത്യേകത. സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോ? സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പ്രമേയം സമസ്ത ഉണ്ടായിട്ട് 100 കൊല്ലാണല്ലോ ആയത്. പക്ഷെ പ്രമേയത്തിൽ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജമ്മാണ്. ഒരു നൂറ്റാണ്ടല്ല, കുറെ നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പ്രമേയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. നൂറ്റാണ്ടിലൂടെ എന്ന് ഏകവചനല്ല, നൂറ്റാണ്ടുകളിലൂടെ എന്ന് ബഹുവചനമാണ്. സമസ്ത ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നൂറ്റാണ്ടുകൾ ആയത്? അതിനൊരു കാരണമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം 100 കൊല്ലത്തെ പാരമ്പര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പാരമ്പര്യമാണ്. അന്ന് നമ്മളെല്ലാരും നബിന്റെ ഒപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സക്കാത്ത് നിഷേധികൾ ഉണ്ടായി. ഇസ്ലാമിൽ അസംഘടിതമായി ആദ്യമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സക്കാത്ത് നിഷേധമാകുന്നു. അവരുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംവാദം നടത്തി. ചിലരുമായി യുദ്ധം ചെയ്തു. കുറച്ചാൾക്കാര് പിന്തിരിഞ്ഞു, ബാക്കി ആൾക്കാർ ഉറച്ചു നിന്നു. നമ്മളാരപ്പ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം. ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നു. വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്ന് പറയുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ ഫിത്നയുണ്ടാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണർമാരുടെ മേൽ അഴിമതി ആരോപണം നടത്തി. ജൂതന്മാരാണ് ആരോപണം നടത്തിയത്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് കുറച്ചാൾക്കാർക്ക് തോന്നി. അങ്ങനെയല്ലോ, കാറില്ലാതെ മഴ പെയ്യൂല എന്ന് പറയും ചില ആൾക്കാര്, തീയില്ലാതെ പുക ഉണ്ടാവൂല എന്ന് പറയും ചില ആൾക്കാര്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാര് അഴിമതി ആരോപണം ഉന്നയിച്ച ആൾക്കാരൊപ്പം ചേർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. നമ്മളാരപ്പ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും നമ്മൾ സ്വാലിഹ്യങ്ങളൊപ്പം നിന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മൾ ആരപ്പ? അലി റളിയല്ലാഹുവിന്റെ ഒപ്പം. അവിടുന്ന് ഇങ്ങനെ പോന്നാൽ താബിയുടെ കാലഘട്ടം വന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് മഹാനവർകളുടെ ശിഷ്യൻ തന്നെ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നു. നമ്മളാരപ്പ? ഹസനുൽ ബസരിന്റെ ഒപ്പം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഹിജ്റ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വന്നു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വന്നു. മാലിക് റളിയല്ലാഹു അൻഹു വന്നു. 4 മദ്ഹബ് ആക്കിയതല്ല, 4 മദ്ഹബ് ആയതാണ്. മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു, പറ്റാത്തോണ്ടാണ്. മദ്ഹബ് 4 നല്ല ഉണ്ടായിട്ട് വേറെ ഉണ്ടായിട്ടുണ്ട്. 10ഓളം മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഇബാദ് എന്ന് പറയുന്ന ആളുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് ഹക്കല്ല, ഹക്കിന്റെ പേരിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു. ഹക്ക് 4 ഉള്ളൂ. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. 4 ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മുടെ പള്ളിന്റെയും മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മള് ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാ വെച്ചാ അതന്നെ ഇക്കോണം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ, അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബ് എന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹനഫി മദ്ഹബാണെന്നാണ്. കേരളത്തിൽ ഷാഫി മദ്ഹബാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരായ നമുക്ക് എല്ലാവർക്കും ഷാഫി മദ്ഹബുകാരാവണം എന്ന അഭിപ്രായമൊന്നുമില്ല. ഷാഫി ആയാലും കുഴപ്പമില്ല, ഹനഫി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല എന്ന നമ്മളെ അഭിപ്രായം. അല്ലാത്തത് പറ്റൂല. എന്തുകൊണ്ട്?
ദാവൂദുല്ലാഹിയുടെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ മദ്ഹബ് മുഴുവനായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് നിയമത്തോടും ന്യായത്തോടും ഹക്കിനോടും യോജിക്കുന്നതല്ല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് ഇന്ന് നിലവിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ഒമാനിലുണ്ട്. ഇബാദിയാക്കൾ എന്ന് വരാൻ ആൾക്കാർ ഒമാനിലുണ്ട്. ഒമാനിൽ പോയ ആൾക്കാർക്ക് അറിയാം. മഴ പെയ്താൽ നിസ്കാരം ജമ്മാക്കും, വെയിലറിച്ചാൽ നിസ്കാരം ജമ്മാക്കും, റോഡ് ചൂടായാൽ ജമ്മാക്കും, ക്ഷീണം കൂടുതലായാൽ ജമ്മാക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം ജമ്മാക്കാന് ചെറിയ കാരണം മതി എന്നൊക്കെയാണ് അബ്ദുല്ലാഹിൽ ഇബാദിന്റെ അഭിപ്രായം. അത് മാത്രമൊന്നല്ല കേട്ടോ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ന്യായത്തോടും യുക്തിയോടും ഇസ്ലാമികമായ പ്രമാണങ്ങളോടും യോജിക്കാത്തതിനാൽ അത് സ്വീകരിക്കാൻ പാടില്ലെന്നും സ്വീകരിക്കുന്നവൻ ബിദ്അത്തുകാരനായി തീരുമെന്നുമാണ് നമ്മുടെ അഖീദ. എന്തുകൊണ്ട്? സംഗതി ശരിയല്ല. അപ്പൊ ശാഫി മദ്ഹബ് തന്നെ ആവണം എന്നുള്ള വാശിയല്ലത്, ഹക്കാവണം എന്ന വാശിയാണ്. ഷാഫി മദ്ഹബ് നമ്മളുള്ളവർ തന്നെ ആവണം എന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും ഷാഫി മദ്ഹബ് തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിച്ചൂടെ? അങ്ങനല്ലല്ലോ. ഹനഫി ആവണേന് നമ്മക്കൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ സുബഹിക്ക് ഖുനൂത്തോതും. ഹനഫി മദ്ഹബ് സ്വീകരിച്ചാൽ സുബഹിക്ക് ഖുനൂത്തോതൂല. ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടാണ് ഖുനൂത്തോതാത്തതെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുള്ളവർ തന്നെ ആവണം എന്ന വാശിയല്ലത്. സത്യത്തിന്റെ മേൽ മാത്രമേ ആകാവൂ, സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണ്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കൂല. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, മഹാനവറുകളുടെ മദ്ഹബിനെ സ്വീകരിക്കൂല. എന്താ കുഴപ്പം? ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് മഹാനവറുകളാൽ ഉണ്ടായതല്ലെന്നും ആരോ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മേൽ എഴുതി വെച്ചതാണെന്നും അഭിപ്രായമുള്ളതിനാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് ബാത്തിലാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പിന്തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. 5 നൂറ്റാണ്ടിന് ശേഷം, 3 നൂറ്റാണ്ടിന് ശേഷം, ഹിജ്റ 4, 5 നൂറ്റാണ്ടുകളിലായിട്ടാണ് അഖീദയുടെ ഇമാമുമാര് വരുന്നത്. ഹിജ്റ 3-മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഫിഖഹിന്റെ അയിമ്മത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഫിഖഹിന്റെ കാലം എന്ന് പറഞ്ഞാല് ഈ ദീനിൽ ആദ്യമായി ഉറപ്പിച്ചത് ഫിഖഹാണ്. നിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും വിചാരിച്ചോട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞോളി, വിഷയം മാറ്റി നമുക്ക് സ്വർഗം നരകൊക്കെ ആക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാകണ്ടല്ലോ അല്ലേ? ഒരു ഹർക്കത്തും ഇല്ല. മനസ്സിലാകണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്താ പറയുക? യാ നബി ഇല്ല. യാ നബി യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലവാത്തുല്ലാഹി അലൈക്കും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അപ്പൊ ശ്രദ്ധിച്ചോക്കാണി, 1-ാം നൂറ്റാണ്ട് നബിയുടെയും സഹാബത്തിന്റെയും കാലഘട്ടം, 2-3 നൂറ്റാണ്ടുകൾ ഫിഖഹിന്റെ ഇമാമുമാരുടെ കാലഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനില് ഇളക്കല്ലാതെ ആദ്യം ഉറപ്പിച്ചത് ഫിഖഹാണ്. ആദ്യം ഉറക്കണ എന്താ കാരണം? ഫിഖ് എല്ലാവർക്കും വേണ്ടതാണ്. ത്വരീഖത്ത് എല്ലാവർക്കും ഉണ്ടായിട്ട് ചെയ്യലും കുഴപ്പമൊന്നുമില്ല.
ഫിഖ് ഇല്ലാതെ ആർക്കും കഴിയൂലല്ലോ. ഏത് കണ്ണൂട്ടുകാരനും വേണം ഫിഖ്, ഏത് തെങ്ങുമക്കാരൻ ആൾക്കും വേണം ഫിഖ്, ഏത് കൂലിപ്പണിക്കാരനും വേണം ഫിഖ്, ഏത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഫിഖ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ ആദ്യം ഉറപ്പിച്ചു നിർത്തിയത് ഫിഖ് ആണ്. 4 മദ്ഹബുകൾ സ്ഥിരപ്പെട്ടു. 4ന് അപ്പുറത്തേക്ക് ഒരാൾ പോയാൽ, 4ഉം വേണ്ടെന്ന് പറഞ്ഞാൽ, 4ഉം കൂടി കൂട്ടിക്കുഴച്ചാൽ അവൻ ബിദ്അത്തുകാരനാണ് എന്ന് നമ്മൾ പറയും. അതാണ് ആദ്യം സ്ഥിരപ്പെട്ടത്. അത് കഴിഞ്ഞ് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല എന്ന് വാദിച്ചതിനാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുഅ്തസിലി എന്ന പേരായ വിഭാഗത്തിനാണ് ഭരണമുണ്ടായിരുന്നത്. മുഅ്തസിലിയാക്കളുടെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന വാദം. നമ്മളെന്താ പറഞ്ഞത്? സുന്നികളായ നമ്മൾ പറഞ്ഞത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടി അല്ലെന്നും അതവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുമാണ് നമ്മുടെ വാദം. അതായത് ഖുർആൻ അല്ലാഹു ഉണ്ടാക്കിയതല്ല, അല്ലാഹുവിന്റെ കലാം അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന് വന്നാൽ കലാം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു ഇല്ല എന്ന് വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലെന്നും അല്ലാഹു എന്നുണ്ടോ അന്ന് മുതൽ അല്ലാഹുവിന്റെ കലാം ഉണ്ട് എന്നുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവസാനം കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്താ ആ 3ാമത്തെ പറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ വന്നിരിക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് സദസ്സൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. മൈക്ക് അതിലേറെ ഉഷാറാണ്, ക്യാമറ അതിനേക്കാൾ ഉഷാറാണ്, ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. കവറ് കൊടുന്നവര് ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. തങ്ങൾ വന്നിട്ട് ബക്കറ്റ് നടത്തുന്നത് അപ്പൊ അതിനടത്തിയാലോ? തങ്ങൾ വന്നിട്ട് നടത്തണം. ഇപ്പൊ നടത്തല്ലേ? ആൾക്കാർ വരും, നടത്തിക്കോളി. ആണുക്ക് മുസാഫത്താണ്, ആണുക്ക് തങ്ങൾ വന്നിട്ട് മുസാഫത്താണ്, കനം കൂടും. പെണ്ണുങ്ങൾക്ക് ബക്കറ്റാണ്, കനം ഒട്ടും കുറക്കണ്ട. അപ്പൊ അത് എന്നാ ഇൻഷാ അല്ലാഹ് ഒരു സൗകര്യം പോലെ പിരിച്ചോളും. അതിനു വേണ്ടി പ്രത്യേക സമയമൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് നോക്കിയെല്ലാരും, എനിക്ക് നോക്കിയാലേ വയലറിയാൻ കഴിയുള്ളൂ എന്നുള്ള എൻ്റെ ഒരു പ്രശ്നമാണ്. നോട്ടം പോയാൽ വയല് പോകും, അതാണ്. അങ്ങനെ നോക്കിയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, അങ്ങനെയാണ്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് നോക്കാം. എല്ലാരും ചൊല്ലി ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻലായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമൻ ലാഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങോട്ട് നോക്കുക എല്ലാരും. അപ്പൊ 3, 4, 5 നൂറ്റാണ്ടുകളിലാണ് അഖീദയുടെ ഇമാമുകൾ വരുന്നത്. നമ്മളെ പാരമ്പര്യത്തിൽ ആദ്യം ഉറപ്പിച്ചത് ഫിഖ് ആണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും ആവശ്യമുള്ളതായിരുന്നു ഫിഖ്. 5-ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി ഈമാൻ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിനാൽ ഈമാൻ ഉറപ്പിക്കേണ്ടി വന്നു. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. നമ്മളെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ്.
മനസ്സിലാവുണ്ടോന്ന് അറിയില്ല പഠിച്ചോനെ. ലൈലത്തുൽ ഖദറിന്റെ അന്ന് അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതി കൊടുത്തുങ്ങാണ്ട് ഇത് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോയി ഓതി കൊടുത്തലാന്ന് പറഞ്ഞതല്ല. അല്ലാഹുവിൽ നിന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഖുർആൻ ഇറങ്ങിയെന്നല്ല. ഖുർആൻ അല്ലാഹു എന്നുണ്ടോ അന്ന് അല്ലാഹുവിന്റെ കലാമുണ്ടെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇഅ്തിഖാദ്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് എന്തേ ഉണ്ടായത്? നബിയിലേക്ക് അത് എത്തിയത് ലൈലത്തുൽ ഖദറിന്റെ അന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകത നബി തങ്ങൾക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രാധാന്യം മുഹമ്മദ് നബിക്ക് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയതല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഇറങ്ങൂല. അതിനാൽ ഖുർആനിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്ക് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖുർആന്റെ പ്രത്യേകത എന്താണ്? അള്ളാന്റെ കലാമായി എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന പ്രത്യേകതയാണെങ്കിൽ അത് തൗറാത്തിനുണ്ട്. തൗറാത്തും അള്ളാഹുവിന്റെ കലാം തന്നെയാണ്, ഇഞ്ചീലും അള്ളാഹുവിന്റെ കലാം തന്നെയാണ്, സബൂറും അള്ളാഹുവിന്റെ കലാമാണ്. തൗറാത്തിനില്ലാത്ത, ഇഞ്ചീലിനില്ലാത്ത, സബൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖുർആനിനുള്ളത് എന്ന് ചോദിച്ചാല് ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് എന്നതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്നിറങ്ങി എന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ്. കാരണം ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്ന അസലിയായ കലാമാണ്. അതിന് അക്ഷരമില്ല, അതിന് ശബ്ദമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനാണ്. അക്ഷരമാരത സാലിം വൈസിയുടെ, ഒച്ച ആരത സാലിം വൈസിയുടെ, അള്ളാന്റെ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഖുർആനാണ്. ഒച്ച ആരതാണ്? സാലിം വൈസിയുടെ. അക്ഷരമാരതാണ്? സാലിം വൈസിന്റെ. അർറഹ്മാനിർ റഹീം എന്നത് ഖുർആനാണ്. അക്ഷരമാരത മുത്തുനബിയുടെ, ഒച്ചാരത മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക് യൗമിദ്ദീൻ എന്നത് ഖുർആനാണ്. അക്ഷരമാരുടേതാണ് ജിബ്രീലിന്റെ അലൈഹിസ്സലാം. ശബ്ദന്മാരുടേതാണ് ജിബ്രീലിന്റെ അലൈഹിസ്സലാം. അവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ അതിന് അക്ഷരമില്ല, ശബ്ദമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് ഉണ്ടെന്ന് വാദിച്ചു ചില ആളുകള്. വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ അഭിപ്രായ വ്യത്യാസമാണ്. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ തീരുമാനിച്ചു ഭരണകൂടം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടാളക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാർ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ എവിടെയും പോയിട്ടൊന്ന് ഒളിച്ചിരുന്ന ആളി പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ മൂപ്പര് അവിടുന്ന് പുറത്തിറങ്ങി. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ പട്ടാളക്കാർ പോയിട്ട് നിങ്ങൾ എന്തേ ഇറങ്ങിയെന്ന് ചോദിച്ചോ. പറഞ്ഞു, മുത്തുനബി ആകെ ഗുഹയിൽ 3 ദിവസം ഇരുന്നിട്ടുള്ളൂ, അതിനേക്കാൾ ഇരിക്കാൻ പറ്റൂല അറിഞ്ഞാണ്ട് പുറത്തു പോകും. ഇത്തിബാ പുണ്യനബി ജബലുന്നൂർ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ ഹിജറ പോകുന്ന സമയത്താണ് ഗുഹയിൽ ഇരുന്നത്. അത് 3 ദിവസം ഇരുന്നിട്ടുള്ളൂ, അതിലപ്പുറം ഇരുന്നിട്ടില്ല. അതിനാൽ അതിലപ്പുറം ഇരിക്കാൻ പറ്റൂല അറിഞ്ഞാണ്ട് മൂപ്പര് വന്നു. പട്ടാളക്കാര് പിടിച്ചോണ്ട് ഈ ജയിലിലടച്ചു. ചാട്ടവാറ് കൊണ്ട് അടി കിട്ടി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ലെന്നും അവന്റെ ദാത്തിൽ നിലനിൽക്കുന്നത് തന്നെയാണെന്നും മഹാനവറുകൾ വാദിച്ചു. നമ്മളാരപ്പ? അഹ്മദ് ബിൻ ഹംബലിന്റെ ഒപ്പം. കാരണം അതാണ് ശരി. അതുകൊണ്ട് വന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മളെ മൂത്താപ്പായതുകൊണ്ടൊന്നല്ല, ശരിയായതുകൊണ്ടാണ്. ഈ അഖീദയെ, ഈ വിശ്വാസത്തെ രണ്ടാളുകൾ ക്രോഡീകരിച്ചു 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും. ഒന്ന് സയ്യിദുനാ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു,
മറ്റൊന്ന് അബാ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹു ആണ്. നമ്മളെ അശ്അരിയാക്കളാണ്, നമ്മളെ അശാഇറത്ത് എന്നാണ് പറയാ. നമ്മളെ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചവരാണ്. അബുൽ ഹസൻ അൽ അശ്അരിന്റെ തന്നെ സ്വീകരിക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അബാ മൻസൂരിനിൽ മാതുരിദിയെ സ്വീകരിച്ചാൽ മതി, കാരണം അതും ഹക്കാണ്. നമ്മളൊപ്പം കൂടണം എന്നല്ല നമ്മളെ അഭിപ്രായം, ശരിയുടെ ഒപ്പമേ നിൽക്കാൻ പാടുള്ളൂ എന്നതാണ് നമ്മുടെ അഭിപ്രായം. നമ്മളൊപ്പം കൂടണം എന്നാണെങ്കിൽ എല്ലാരും അബുൽ ഹസൻ അശ്അരിയുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ശരി രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും മറ്റൊന്ന് അബാ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും. ഇത് രണ്ടിലൊന്നിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് 4-5 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. 5-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രത്യേകിച്ച് 6, 7, 8 നൂറ്റാണ്ടുകളിലായി ലോകത്ത് ത്വരീഖത്തുകൾ വന്നു, തസവ്വുഫിന്റെ അഹ്ലുകാർ വന്നു. അതിന്റെ മുമ്പ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരൊക്കെ നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. അതിന്റെ ശേഷമാണ് ആവശ്യം വന്നത്. അപ്പൊ വന്നു. ആ കാലത്ത് തന്നെ കേരളത്തിലും വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വന്നു. കോഴിക്കോട് ഖാദിമാർ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി കേരളത്തിൽ ഖാദിരിയ ത്വരീഖത്ത് വന്നു. മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ തസവ്വുഫ് എന്ന പേരായ ശരിയായ ഇസ്ലാമിക പാത കേരളത്തിൽ വന്നു. ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമുമാർ വഴിയായി ബഹുമാനപ്പെട്ട ചിശ്തി ത്വരീഖത്ത് കേരളത്തിൽ വന്നു. നൂഞ്ഞേരി കുഞ്ഞു മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി മഹാനായ ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്ത് കേരളത്തിൽ വന്നു. ശാദുലി ത്വരീഖത്തിന് കേരളത്തിൽ 3 വഴികളുണ്ടായി. നല്ലോണം ശ്രദ്ധിക്കണേ നിങ്ങള്. നമ്മളെ ഹക്കായ എല്ലാ വഴിയെയും നമ്മൾ സ്വീകരിക്കും, ബാത്തിൽ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഉറപ്പാണ്. സ്വീകരിക്കാൻ പറ്റൂല. ഗൗസുൽ ആലമിനെ സ്വീകരിക്കാം. ഏതാ സ്വീകരിക്കാൻ പറ്റിയത്? ശരീഅത്തിന്റെ നിയമങ്ങളോട് കടുകിട വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. ശരീഅത്തിന്റെ നിയമത്തിനോട് എതിരുണ്ടോ? പറ്റൂല. തന്നെ തീരുമാനം. അന്നേ അതാണ് സമസ്തന്റെ പാരമ്പര്യം 15 നൂറ്റാണ്ട് മുതൽ അങ്ങോട്ട് പിടിക്കേണ്ട കാരണം. ഈ പാരമ്പര്യം 3-ാം നൂറ്റാണ്ടിലുണ്ട്, 4-ാം നൂറ്റാണ്ടിലുണ്ട്, 5-ാം നൂറ്റാണ്ടിലുണ്ട്. സൂറത്തു തൗബയിലെ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും സ്വാദിഖീങ്ങളോട് കൂടെ ആയിരിക്കുകയും വേണമെന്ന് പറഞ്ഞതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ആ പാരമ്പര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ പോരുന്നത്. എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്. എന്തേ പറഞ്ഞതെന്നല്ല, ആരെ പറഞ്ഞത്. അരിമ്പ്ര പോക്കരൂര് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞമ്മക്ക് തിരിയായിട്ടും മഹാനവറുകൾക്ക് തിരിഞ്ഞിട്ടും ആയിരിക്കും നാം മൂപ്പര് പറഞ്ഞ മാതിരി ആക്കാം എന്ന് തീരുമാനിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. കുറെ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ മുളച്ചു പൊന്തിയപ്പോ നമ്മക്ക് തോന്നുകയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞമ്മക്ക് തോന്നുക അത് ചിലപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ട് ഇക്കാരെന്ന്. 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പറഞ്ഞ കേട്ടാ തോന്നും ഇവന് 20 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ട്. ഒരു ഹദീസ് തന്നെ മുഴുവൻ അറിയില്ല. നമുക്ക് ആകെ അറിയണ ഒരു ഹദീസ് എന്താ വെച്ചാല് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ ഒരു ഹദീസ് മുഴുവനായിട്ടില്ലല്ലോ, അതിനെന്നെ ഇനി ബാക്കിയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് പറഞ്ഞാലേ ഹദീസിന്റെ ലഫ്ള് മുഴുവനാവുള്ളൂ. പക്ഷെ ലഫ്ള് പോരാ, അതിന്റെ സനദും കൂടി അറിയണം.
അപ്പോഴേ ഒരു ഹദീസാവുള്ളൂ. അങ്ങനെ 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കയ്യ് നെഞ്ചിന്റെയും ബുക്കളിന്റെയും ഇടയിലാണ് കെട്ടേണ്ടതെന്ന് പറഞ്ഞപ്പോ നമുക്ക് തോന്നി അതിപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ടേ കാരണം പറഞ്ഞേട്ടാ തോന്നും ഇവന് നൂലുമ്മ ആകാശത്ത് നിന്ന് ഹദീസ് ഇറങ്ങുന്നുണ്ട്. നമ്മളെ പഴമക്കാരായ ആൾക്കാരെ ആളെ നോക്കും, എന്തേ പറഞ്ഞത്, ആരെ പറഞ്ഞത് നോക്കുമായിരുന്നു. അതാണ് നമ്മളെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലത്തും അഹ്ലുൽ ഹഖിന്റെ കൂടെ നിന്നു, സത്യത്തിന്റെ അഹ്ലുകാരുടെ കൂടെ നിന്നു. ത്വരീഖത്ത് വന്ന കാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കൂടെ നിൽക്കും. ഷെയ്ഖ് റിഫായി റളിയല്ലാഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാലത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അഭിപ്രായ വ്യത്യാസത്തേക്ക് നമ്മൾ പോകൂല. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹുവിന് ഹക്കാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് റിഫായി ഷെയ്ഖിന്റെ കൂടെ നിൽക്കും. ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കും. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ വന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു നാടാണ് കേരളം. എന്താ കാരണം? കേരളത്തിൽ ലോകത്തെ എവിടെ ഇല്ലാത്ത ഈ നിഅമത്തുണ്ടാവാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. 6-ാം നൂറ്റാണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായിരുന്നു എന്നതാണ് കാരണം. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഹിജ്റ 6-ാം നൂറ്റാണ്ടില് താനൂർ വലിയ കുളങ്ങര ജുമുഅത്ത് പള്ളിയിൽ ദർസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ആൾക്കാരെ ഈമാനിന് ഒരു കുഴപ്പം വരാത്തതിന്റെ കാരണം പള്ളി ദർസാണ്. കന്നൂട്ടി വരുന്ന ആളോട് അള്ളണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല് മുടുങ്കോലും പടി തലമാറി പിടിച്ച് തോൻ പറയും ദേശം അടുത്തുകൊണ്ട് വാനയ്ക്ക് അപ്പൊ കാണിച്ചൊരു തെളിവ്. എന്തേ കാരണം? അത്യാവശ്യം 10 4 പേജും റിയാദുസ്സാലിഹിന്ന് 8 ബാബും അതൊക്കെ എന്റെ 20 ബെയ്ത്തും പഠിക്കാത്ത ആരും പഴയ കാലത്തില്ല എന്നുള്ളതാണ്. പള്ളി ദർസാണ് അതിന്റെ കാരണം. 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ വിപുലമായ പള്ളി ദർസുണ്ട്. അതിന് മുമ്പ് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു എന്നതിന് ചില പ്രത്യേകമായ രേഖകളുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ പള്ളി ദർസ്. സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും വഹാബിസം കടന്നുകൂടി, ബിദ്അത്ത് കടന്നുകൂടിയപ്പോ കേരളത്തിൽ അതൊന്നും വരാത്തതിന്റെ കാരണം പ്രധാനമായിട്ടും പള്ളി ദർസാണ്. അതുകൊണ്ട് പള്ളി ദർസിനെ നിലനിർത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതിന്റെ ആധുനിക രൂപമാണ് ജൂനിയർ കോളേജുകൾ എന്നെല്ലാം പറയുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദർസിന് ദർസിന്റെ ഗുണം ഉണ്ടായിരിക്കും, കോളേജിന് കോളേജിന്റെ ഗുണമാണ് ഉണ്ടായിരിക്കുക എന്നതാണ്. കോളേജില് ഉസ്താദ് കുട്ടികളെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്, ദർസിൽ ഉസ്താദ് ഇരിക്കുന്നിടത്ത് കുട്ടികൾ ഇങ്ങോട്ട് വരികയാണ്. ഇൽമ് നേടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നതും ഇൽമേറ്റ് ഉസ്താദ് അങ്ങോട്ട് ചെല്ലണവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വേറെയും ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പള്ളി ദർസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളി ദർസ് നിലനിർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ നിലനിർത്തണം. ഇവിടെ നമുക്ക് ദർസ് ഉണ്ടല്ലോ, ഉണ്ട് അൽഹംദുലില്ലാ. നിലനിൽക്കണമെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ട. അതിന്റെ ഇടയിൽ അത് കയറ്റി പറയാം. എന്താ വെച്ചാൽ പള്ളി ദർസ് നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ആദ്യം എല്ലാരും ചെറുതായിട്ട് വലുതായതാന്നൊരു ഓർമ്മ നമുക്ക് ഉണ്ടായാല് പള്ളി ദർസ് നിലനിൽക്കും. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. എല്ലാരും സ്വാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ പാറന്റെ ഉള്ളിൽ വലുപ്പത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വലുതായതാണ്. അല്ലാതെ ഈ വലുപ്പത്തിൽ ഉമ്മ പ്രസവിച്ചാൽ ഔട്ട് നടക്കൂല. ചെറുതായിട്ട് ഇങ്ങനെ വലുതാവും. അത് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. 3 സമയത്താണ് ഒരു മനുഷ്യൻ മാറ്റങ്ങൾ ഉണ്ടാകുക. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയാവുമ്പോ എന്ന് പറയും കാരണന്മാര്. ചിലപ്പോ വാപ്പ അവനോട് പറയും ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ടടാ എന്ന് പറയും. വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല, വലിയ കുട്ടിയായി അവനാന് തോന്നിയാല് പ്രശ്നമാവും. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നിയാണ് ഞാൻ ഒരു വലിയ കുട്ടിയാണെന്ന് തോന്നിയാൽ എന്താ കുഴപ്പം? പിന്നെ ആര് പറഞ്ഞു ഞാൻ കേൾക്കൂല. അത് മനുഷ്യന് വലിയ പരാജയക്കാരം. വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല, പക്ഷെ വലിയ കുട്ടിയായി എന്ന് തോന്നാൻ പാടില്ല, അത് പ്രശ്നമാവും. അതന്നെ ഒന്നാമത്തത്. രണ്ടാമത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ജോലി കിട്ടിയാലാണ് എന്നാണ്. തൊഴിൽ കിട്ടിയാല്, ജോലി കിട്ടണത് വരെ ഒരു ജോലി കിട്ടാൻ കഴുതക്കാല് വരെ പിടിക്കാൻ തയ്യാറാവും. അതേസമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും.
പിന്നെ തൊഴിലില്ലാത്തവരെ കണ്ണിന്റെ വരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം. മൂന്നാമത്തത് പ്രായമാവുമ്പോ, റിട്ടയർഡ് ആവുമ്പോ, ഗവൺമെന്റ് ജോലിയിൽ നിന്നായാലും പാടത്തു നിന്നായാലും കൗങ്ങുമെന്ന് റിട്ടയർഡ് ആയാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയാലും മദ്രസയിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ള കുഴപ്പം കാര്യങ്ങള് കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം. വല്യാപ്പാന്റെ അടുത്തൊക്കെ പേരക്കുട്ടി വരുമ്പോ വല്യ റാഹത്തിലാ വരിക. ആയ് വല്യാപ്പ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വല്യാപ്പ ഗേറ്റിന്റെ അവിടുന്ന് തോളിലൊക്കെ ഇട്ടിട്ട് പേരക്കുട്ടിനെ കൊണ്ടുവരും. 24 മണിക്കൂർ കുഴപ്പമുണ്ടാവില്ല. 25ാമത്തെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് വല്യാപ്പാന്റെ തനി സ്വഭാവം പുറത്തു വരും. പത്രത്തിൽ നിന്ന് ഫോട്ടം കീറി, കണ്ണടയുടെ കാല് മുറിച്ചു, അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങട്ട്. സൈക്കിൾമ കയറിയാല് കയറിയതിന്റെ കുഴപ്പം, സൈക്കിൾമ കയറിയില്ലെങ്കിൽ കയറാത്തതിന്റെ കുഴപ്പം, സൈക്കിൾമ കയറിയാല് കണ്ടിലെ ചെറുക്കൻ ഊര മുറിക്കാൻ കയറിയിരിക്കണത് നായി, സൈക്കിൾമ കയറിയില്ലെങ്കിൽ 4000 ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായ്മ ഒന്ന് കയറി നോക്കിക്കൂടെ നായി. ഇത് പള്ളിക്ക് ഉണ്ടാവും. ഹൗദിന്ന് വെള്ളം മുക്കിയാല് മുക്കിയതിന്റെ കേസ്, ഹൗദിന്ന് വെള്ളം മുക്കിയില്ലെങ്കിൽ മുക്കാത്തതിന്റെ കേസ്, കാൽമക്കൂടെ പറഞ്ഞാല് കണ്ടിലെ പടച്ചോന്റെ ഹൗദത്തെ വെള്ളം മുഴുവൻ മുക്കി വയ്ക്കണമെന്നായി. എന്നാ കാലഗാഥന് കയറിയാലോ അള്ളാന്റെ പള്ളിക്കൊക്കെ കാലഗാഥ കയറുന്നായി. ഇതാണ് അവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാല് ചിലതൊക്കെ കാണാത്ത മാതിരി ഇരിക്കേണ്ടി വരും. എല്ലാരും ചെറുതായിട്ട് വലുതായതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ദർസ് നിലക്കും, അല്ലെങ്കിൽ ദർസ് നിലക്കൂല. ഇവിടെ എന്നല്ല എവിടെയും നിലനിൽക്കില്ല. ഇനി ഈ പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഒരു കാര്യമല്ല, എല്ലായിടത്തും കാര്യം അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും അതെന്താ സംഭവിച്ചാലേ ഒരു കുടുംബപരമായ പ്രശ്നം ഇതിന്റെ ബാക്കില്. അത് കുട്ടികൾ ഇങ്ങനെ ദേശം ഇങ്ങനെ വലുതായി, ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമ പോയി, ഒരാൾ നടുവിൽ ചായ കച്ചവടം തുടങ്ങി ഇങ്ങനെ സെറ്റായാല് ഇമ്മിയും കുട്ടികളും ഒന്നായിട്ട് വാപ്പാനൊരൊറ്റ ചവിട്ടം കൊടുക്കും. പിന്നെ വാപ്പാക്ക് പെരയില് തീരെ സീറ്റില്ല. പെരയിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പാട് ചോദ്യമില്ല, ഉത്തരമില്ല. അറിഞ്ഞു, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല. വാപ്പാക്കാകെ 3 പണിയാണ് പിന്നെ ഉണ്ടാകുക. ഒന്ന് രാവിലെ മീൻകാരന്റെ അടുത്ത് പോയിട്ട് മീൻ പേടിച്ചോണ്ടിരിക, 2 നഴ്സറി കൂടിനെ വണ്ടി കയറ്റി കൊടുക്കുക, 3 ഈ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് അവിടെ വല്ല മൂല്യമാറ്റിയോളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ സംസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരുക്ക വന്ന കുട്ടി പിന്നെ ആ വൈക്ക് വരാത്ത കോലത്തിലാക്കുക. ഇതാണ് സംഗതി പറഞ്ഞത്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി ദർസിലോടത്തുനിന്ന് മാത്രല്ല കേട്ടോ, കുറെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാട്ടുന്നത് ഒരു പരിധി വരെ നമ്മൾ കാണാത്ത മാതിരി ഇരിക്കുക എന്ന് കരുതിയിട്ട് ഇനി കുട്ടികൾ കുരുത്തക്കെടും 32 കാട്ടണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ദർസ് പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്ന് ആലോചിക്കാൻ പറ്റുമോ? ദർസ് നിലക്കും, അല്ലെങ്കിൽ ദർസ് നിലനിൽക്കൂല. നമ്മളെ കുട്ടിയാണെങ്കിൽ നമ്മൾ നിലനിർത്തുമോ? എന്നിട്ടല്ലേ വേറുള്ളവരെ കുട്ടി. അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം എല്ലാരും. ദർസുള്ള പള്ളിയിൽ ദുആക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ടാവുമെന്നാണ് നമ്മള് ഇത് പറയലുണ്ടല്ലോ. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാന്ന്. നമ്മള് നുസ്ക് ആപ്പില് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയ സമയത്ത് ഉറക്കൊഴിച്ച് വരിന്നിട്ട് നമ്മൾ കയറിയിട്ട് തോർക്കും. എവിടെ മദീനത്തെ പള്ളിയില്. പിന്നെ മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ റൗളയിൽ കയറിയിട്ട് നുസ്ക് പറഞ്ഞ ആപ്പിൽ ആദ്യം അപേക്ഷ കൊടുക്കണം. ഒരു കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുള്ളൂ. അപേക്ഷ കൊടുത്ത് സമയം കിട്ടിയാല് അലാറം വെച്ച് ഉറക്കൊഴിച്ചിട്ട് പോയി വരി ഇന്ന് കയറിയിട്ട് നിക്കരിച്ചുങ്ങാണ്ട് തോരക്കും. എന്താണ് മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മുദർരിസ് ആയിഷ ബിയുടെ വീട്ടിൽ നിന്ന് ദർസ് നടത്തുന്ന സ്ഥലത്തേക്കും ദർസ് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ആയിഷ ബിയുടെ വീട്ടിലേക്കും നടന്ന സ്ഥലമാണ്. ഒരു മുദർരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണത്. ഇതിനെ വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, പള്ളിയിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, പള്ളി നിർമ്മിക്കുന്നതിന്റെ പണം പരിശുദ്ധമായ പണമായിരിക്കണമെന്നതാണ്, ശുഭത്തിന്റെ മുതലായിരിക്കരുത് എന്നതാണ്. രണ്ടാമത്തേത്, ദർസുള്ള പള്ളികൾക്ക് പ്രത്യേകമായി ഇജാബത്ത് ഉണ്ടാകുമെന്നതാണ്. മുതല്ലിമീങ്ങളുടെ സാന്നിധ്യം ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് നിലനിർത്തണം എന്ന് സഹബന്തേ പറഞ്ഞു. 6-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളി ദർസ് ഉണ്ടായതാണ്.
ലോകത്ത് എവിടെയും ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സുന്നികളായി നിലനിന്നതിന്റെ കാരണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ത്വരീഖത്തുകൾ വന്നു, കേരളത്തിൽ വന്നു. അന്നും വ്യാജ ത്വരീഖത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നിസ്കരിക്കാത്ത വലിയ ഉണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടായിക്കൂടായൊന്നുമില്ല. തക്ലീഫില്ലാത്തവരുണ്ടാവും, ഫനാഇന്റെ മക്കാമിലുള്ളവരുണ്ടാവും, ബക്കാഇന്റെ മക്കാമിലുള്ളവരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഞമ്മക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവരെ പിന്തുടരാൻ പാടില്ല. അതാണ് നമ്മളെ അഖീദ. വലിയ ഉണ്ടാവുന്നതിന് വിരോധമല്ല. തക്ലീഫില്ലാത്ത ഔലിയാക്കന്മാരുണ്ടാവും, അല്ലെങ്കിലും പിരാന്തൻ വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. പിരാന്തന് ഹിസാബില്ലല്ലോ, അതുകൊണ്ട് ഭ്രാന്തന്മാര് വിലായത്തില്ലാത്ത ഔലിയായിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പിരാന്തനായ വലിയൊക്കെ ഉണ്ടായേക്കാം, തക്ലീഫില്ലാത്ത വലിയുണ്ടായേക്കാം, പക്ഷേ അങ്ങനെയുള്ള ആളുകളെ പിന്തുടരാൻ പാടില്ല. പിന്തുടരപ്പെടുന്ന ആളുകൾ 100-ൽ 110% ശരീഅത്തിന്റെ അഹ്കാമുകൾ പാലിക്കുന്നവരായിരിക്കണമെന്ന് അന്നേ 6-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ പിന്തുടർന്നു വരുന്ന നിയമമാണ്. ആ നിയമം തന്നെയാണ് ഇന്നുള്ളത്. അതിനെതിരിൽ വരുന്ന ത്വരീഖത്തുകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയും. ഈ മൂല്യം പാലിച്ചുകൊണ്ടൊരു ത്വരീഖത്തുണ്ടോ? സമസ്ത അതിനെ പറ്റി ഒന്നും പറയണില്ലല്ലോ. അതേ സമയത്ത് ശരീഅത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചാൽ പറയും അതിൽ ആളുകൾ പിന്തുടരാൻ പാടില്ലെന്ന് പറയും. ആള് പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞാല് എല്ലാ ത്വരീഖത്തിന്റെയും അഹ്ലുകാരുടെ അഖീദ പയച്ചുന്നോ ഓല് നരകത്ത് പോകുന്നോ ഒന്നോ അതിന് അർത്ഥം വെക്കണ്ട. അങ്ങനെ ഉള്ളതും ഉണ്ടാവും, പക്ഷെ എല്ലാതും അങ്ങനെയാണെന്ന് വെക്കേണ്ടതില്ല. ആൾക്കാരെ ഇതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. കാരണം ശരീഅത്തിന്റെ നിയമങ്ങൾ 100% പാലിക്കുന്ന ത്വരീഖത്തുകൾക്ക് മാത്രമേ 6-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അഹ്ലുൽ ഹഖ് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ത്വരീഖത്തൊക്കെ ഇന്നിപ്പോ ഒരു സുഖമായി വരുന്നുണ്ട് ആൾക്കാർക്ക്. 3 വഴികളിലൂടെ ഷാദുലി ത്വരീഖത്ത് കേരളത്തിൽ വന്നു. ഒന്ന് കോഴിക്കോട് കാളിമാർ മുഖേന വന്നിട്ടുണ്ട്, മറ്റൊന്ന് കൊച്ചി വഴിയായി വന്നിട്ടുണ്ട്, മറ്റൊന്ന് കേരളത്തിലെ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങൾ വഴിയായി വന്നിട്ടുണ്ട്. 3 വഴിയും ഹക്കായ വഴിയാണ്. ഷാദുലി ത്വരീഖത്ത് വന്നു. നമ്മളിന്ന് ഷാദുലി ത്വരീഖത്തിന്റെ ഭാഗമായി വന്ന ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാരിയ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന സ്വലാത്ത് ഷാദുലി ത്വരീഖത്തിൽ പെട്ടതാണ്. നമ്മൾ ജുമാഅത്ത് എന്നാൽ വെള്ളിയാഴ്ച ജുമാഅത്ത് എന്നാൽ പള്ളിയിലുണ്ടാവും അൽക്കബും സ്വലാത്തും കണ്ടൊരു ഏട്. പഴയ പള്ളിയിലേ ഉണ്ടാവുള്ളൂ, പുതിയലിപ്പോ ഓതാൻ നേരമില്ലാത്തതുകൊണ്ട് ഏടുണ്ടാവില്ല, പഴയ പള്ളിയിലുണ്ടാവും. പിന്നെ വല്ല മ്യൂസിയത്തിലെ എവിടെയൊക്കെ ചിലപ്പം തെരഞ്ഞാൽ കിട്ടും അൽക്കബും സ്വലാത്തും കണ്ടൊരു ഏട്, ഇത്ര പോകുന്ന ചെറിയൊരു ഏട്. അതിന്റെ പകുതി അൽക്കവും പകുതിക്കൊന്നും കണ്ടൊരു സ്വലാത്തുമാണ് ഉള്ളത്. ഏതാ സ്വലാത്ത്? ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള ത്വരീഖത്തിന്റെ വഴിയായി വന്നിട്ടുള്ള 7 സ്വലാത്തുകളുടെ സമാഹാരമാകുന്നു അത്. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണു കാണാ, പിന്നെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പിന്നിട്ടതിന് ശേഷം കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ആളായി മാറിയെന്നാണ്. ജന്മന കണ്ണു കാണാത്ത ആളുണ്ടായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന് കണ്ണുണ്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മള് എന്തേലൊക്കെ വർത്താനം പറഞ്ഞങ്ങാണ്ട് തമ്മിൽ തെറ്റിയാ ചോദിക്കൂല ബുഖാരിയിലുണ്ടോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചോദിക്കുക ബുഖാരിയിലുണ്ടോ എന്നാണ്. നാളെ ഒരാൾ ചോദിച്ചു ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ എന്താ ഇമാം ബുഖാരി ഇതില് നമ്മളും വിദഗ്ധരും നമ്മൾ തമ്മിൽ വ്യത്യാസം കേട്ടോ. മുബത്തദിയുകൾ സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കും, ഇമാം ബുഖാരി അംഗീകരിക്കൂല. നമ്മള് സ്വഹീഹുൽ ബുഖാരിയെയും അംഗീകരിക്കും, ഇമാം ബുഖാരിയെയും അംഗീകരിക്കും. മുബത്തദികൾ സ്വഹീഹ് മുസ്ലിം അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അംഗീകരിക്കൂല. നമ്മൾ സ്വഹീഹ് മുസ്ലിമിനെയും അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളും ഓലും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണു കാണാത്ത ആളായിരുന്നു. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ട യതീം കുട്ടിയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ഉമ്മ തോരന്ന് പഠിച്ചോനെ
ഇന്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച തരണേ അല്ലാന്ന് തോരുന്ന ഒരു ദിവസം മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കിനാവിൽ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കിനാവിൽ സങ്കടം പറഞ്ഞു. ഇന്റെ മോന് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഇതിന് കാഴ്ച ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ചയുണ്ട്. 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ. നമ്മൾ സഹീഹുൽ ബുഖാരിനെ അംഗീകരിക്കും, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ജന്മനാ കാണുക അബുൽ ഹസൻ അലി നിശാദുലി റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞതിന് ശേഷം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്തേ കണ്ണിന് കാഴ്ച പോയതിന്റെ കാരണം? അതിനും കാരണമുണ്ട്. സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2 ഉണ്ടിത്. 686 പറയുന്നത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കും സ്വർഗത്തിൽ ആദ്യമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നേരിൽ കാണുക എന്ന മുലാഖാത്ത് എന്ന മുനാജാത്ത് തിരുമുൽ കാഴ്ചക്ക് അവസരം ലഭിക്കുന്ന ആളുകൾ എന്ന് മഹത്തുക്കളായ മുൻഗാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബുൽ ഹസൻ അലി നിശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ 3 വഴി കേരളത്തിലുണ്ട്. അതിലൊരു വഴിയാണ് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ വഴി. ഇംബ്രസ്താദിന്റെ ഷെയ്ഖ് ആണ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആള്. കക്കടിപ്പുറം എന്ന് പറഞ്ഞത് എടപ്പാള് കഴിഞ്ഞ് നാഷണൽ ഹൈവേയിൽ പോകുമ്പോ പന്താവൂർ എന്ന സ്ഥലത്ത് നിന്ന് ഉള്ളോട്ട് പോയിട്ടുള്ള ഒരു പ്രദേശമാണ് കക്കടിപ്പുറം എന്ന് പറഞ്ഞത്. കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ശാദുലിയായിരുന്നു. ദലായിലുൽ ഖൈറാത്ത് എന്ന പേരായ സ്വലാത്തിന്റെ അബുൽ ഹസൻ അലി നിശാദുലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടു. മഹാനവറുകളുടെ ഗുരുനാഥൻ ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി രാത്രി വുളു ചെയ്യാനും മലമൂത്ര വിസർജനത്തിനും പുറത്തിറങ്ങിയപ്പോ സാധാരണ വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. കിണറിലേക്ക് വെള്ളം കോരാൻ വേണ്ടി പോയി നോക്കുമ്പോ ബക്കറ്റില്ല. തഹജ്ജുദിന്റെ സമയം കഴിയാനായി തുടങ്ങി. തഹജ്ജുദിന്റെ സമയം കഴിയാനായി തുടങ്ങി. എന്താ കാട്ടാന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെണ്ണ് അതുവഴി ഇങ്ങനെ വന്നു, ഒരു സ്ത്രീ. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണെന്ന് ചോദിച്ചു. രാത്രിയാണ്. അതില് പറഞ്ഞു, ഞാന് ഒതുണ്ടാക്കാൻ വെള്ളമില്ലായിട്ട് എന്തേലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല ത്രട്ടൊന്നും അങ്ങോട്ട് പോയിക്കോളി. ഇവര് കുറെ നേരമായി അത് നോക്കി തുടങ്ങിയിട്ട്. ഓർക്ക് വേറെ എങ്ങോട്ടേലും നോക്കാൻ ഒരു അവസരം കിട്ടുമോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാനാണെങ്കിൽ അതിനോട് സമ്മതിക്കൂല. അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അങ്ങോട്ടായി, അതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയല്ലാരും. പെണ്ണുങ്ങൾ പിന്നെ എങ്ങോട്ടാ നോക്കണെന്ന് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് ആയിക്കോട്ടെ. നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നീച്ചപ്പോ വെള്ളമില്ലാതെ ഇങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു സ്ത്രീയെ കണ്ടു. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് വെള്ളമില്ലായിട്ടാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പരിങ്ങനെ വള്ളി ഏച്ചൂട്ടിട്ട് ഒരു കയറുണ്ടാക്കാണ് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വള്ളി എന്തിനാന്ന് ചോദിച്ചു. എനിക്ക് വെള്ളം കോരാനാണ് പറഞ്ഞു. അതിൽ ആ പെണ്ണ് പറഞ്ഞു, അതിനിങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ സ്വലാത്ത് ചൊല്ലി മാനവറുകൾക്ക് വെള്ളം കിട്ടി. അങ്ങനെ നിസ്കരിച്ചിട്ട് മൂപ്പരിങ്ങനെ ആലോചിച്ചു, ഏതായിരുന്നു ഇപ്പൊ ആ സ്വലാത്ത്? അപ്പോ ഓർമ്മ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഓർമ്മ വന്നതൊക്കെ എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത് പറഞ്ഞത്. ആ സ്വലാത്ത് അതിലുണ്ട്, പക്ഷെ ഏതാന്നറിയില്ല. അതാണ് അതിന്റെ ഒരു കുഴപ്പം. ഖിയാമത്ത് നാള് എന്നാന്ന് ചോദിച്ച മാതിരിയായി. അത് മുഴുവൻ ചെല്ലിയാൽ അതിലുണ്ടാവും. അതിൽ നിന്ന് അതിങ്ങനെ 7 ഭാഗമാക്കി തിരിച്ചു. അതില് വെള്ളിയാഴ്ചക്ക് വേണ്ടി തിരിച്ച ഭാഗമാണ് ഹിസ്ബ് യൗമുൽ ജുമുഅ എന്ന് പറയുന്ന
അൽക്കഫും സ്വലാത്തും എന്ന് പറഞ്ഞ അൽക്കഫ് കഴിഞ്ഞിട്ടുള്ള സ്വലാത്ത് ഷാദുലിയത്താണ്. നമ്മളെ സബീനണ് മറിച്ചാല് മിക്കവാറും സാധനമൊക്കെ ഷാദുലി. ബുർദബൈത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഷാദുലിയാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാല് അതിലൊക്കെ ഷാദുലിയത്ത് ധാരാളം കാണാം. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഷാദുലി ത്വരീഖത്താണ്. മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ ത്വരീഖത്ത് വേറെയും ത്വരീഖത്തുകൾ മഹാനവർകൾക്കുണ്ട്. അതാണ് അരിമ്പ്ര ഉസ്താദിന്റെ ത്വരീഖത്ത്. മഹാനായ അരിമ്പ്ര ഉസ്താദ് വലിയാണെന്ന് മാത്രമല്ല, മഹാനവർകളുടെ ഗുരുവര്യനും വലിയാണ്, മഹാനവർകളുടെ തിൽമീദും വലിയാണ്. അവരുടെ ഗുരുവാണ് കക്കടിപ്പുറ അബൂബക്കർ മുസ്ലിയാർ, അവരുടെ തിൽമീദാണ് മഹാനായ മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരായ നമ്മളടുത്ത നാട്ടുകാരനായ നമ്മളെ കീശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്ക് അവരുടെ പേര് പറയാൻ പോലുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്. എന്നാലും ആ പേര് പറയണേന്റെ, ആ മദ്ഹ് പറയണേന്റെ ഒരു ഗുണം, അതിന്റെ ഒരു ഫളില്, അതിന്റെ ഒരു ബറക്കത്ത് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അള്ളാഹു ആ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളിലും അവന്റെ തുണയുണ്ടാവട്ടെ. എല്ലാ മുറാദുകളെയും അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. ദുനിയാവിലാഖിറത്തിനും അള്ളാഹു നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കി തരട്ടെ. മാലിലും മൗലാദിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഖാലിഖായ റബ്ബ് തീർത്തു തരട്ടെ. അപ്പോ പിന്നെ ഉസ്താദും വലിയാണ്, മഹാനവറുകളും വലിയാണ്, ശിഷ്യനും വലിയാണ്. ഇങ്ങനെ അപൂർവം കോമ്പിനേഷൻ ഉണ്ടാകുക. ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോ പറയലുണ്ട്, അള്ളാഹുയുടെ ദർജ ഉയർത്തട്ടെ. 4 പതിറ്റാണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ല. 10 പതിറ്റാണ്ടുകളാണ് സമസ്തയുടെ താരീഖിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. 10 പതിറ്റാണ്ട്. ഒന്നാമത്തേത് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടേതാണ്. രണ്ടാമത്തേത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേതാണ്. മൂന്നാമത്തേത് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടേതാണ്. 4 പതിറ്റാണ്ട് 40 വർഷം മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ല മഹാനവറുകളുടേതാണ്. വാപ്പയും വലിയാണ്, ഗുരുനാഥനും വലിയാണ്, മഹാനവറുകളും വലിയാണ്, ശിഷ്യനും വലിയാണ്. അരിമ്പ്ര ഉസ്താദിന് ശംസുൽ ഉലമയുടെ മദ്ഹിൽ പറയുന്ന മൗലൂദ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 20-ാം നൂറ്റാണ്ടിലെ ആരിഫീങ്ങളായ ആളുകളുടെ സംസാര വിഷയമാണ് ശംസുൽ ഉലമ എന്നതാണ് അരിമ്പ്ര ഉസ്താദ് മൗലൂദ് എഴുതിയതിന്റെ കാരണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിൽ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും സംസാര വിഷയമാണ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്നതിന്റെ തെളിവാണ് ആരിഫും വലിയുമായ അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹുവിന്റെ ദർജ ഉയർത്തട്ടെ, മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് മദ്ഹ് എഴുതി മൗലൂദ് എഴുതിയതിന്റെ കാരണം. നമ്മളെ മൊബൈലിലൊക്കെ ഉള്ള അൽ ഔറാദ് വൽ മനാഖിബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലുള്ള ശംസുൽ ഉലമ മൗലൂദ് അരിമ്പ്ര ഉസ്താദ് എഴുതിയ മൗലൂദാണ്. ആ മൗലൂദാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അരിമ്പ്ര ഉസ്താദ് എഴുതി. അപ്പോ 20-ാം നൂറ്റാണ്ടിൽ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സംസാര വിഷയമാണ് മഹാനവറുകൾ എന്ന് കിട്ടും. മഹാനവറുകൾ വലിയാണ്, വാപ്പ വലിയാണ്, ഉസ്താദ് വലിയാണ്, ശിഷ്യനും വലിയാണ്. ആരാ ഉസ്താദ്? കുഞ്ഞിമാഹീൻ മുസ്ലിയാർ എന്ന പേരായ ആളാണ് മഹാനായ ശംസുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ഉസ്താദ്. വാപ്പ തന്നെയായിരുന്നു ആദ്യത്തെ ഉസ്താദ്. പിന്നീട് കുഞ്ഞിമാഹീൻ മുസ്ലിയാർ. ഏതാ കുഞ്ഞിമാഹീൻ മുസ്ലിയാര്? മടവൂർ CM മക്കാമിൽ ചെന്നാല് 2 ഖബർ കാണും. ഒന്ന് CM അബൂബക്കർ മുസ്ലിയാർ മടവൂരിന്റെ ഖബർ, രണ്ടാമത്തേത് കുഞ്ഞിമാഹീൻ മുസ്ലിയാരുടെ ഖബർ. അതാണ് ശംസുൽ ഉലമ റഹിമഹുല്ല മഹാനവറുകളുടെ ഉസ്താദിന്റെ ഖബറാണ്. CM മക്കാമിന്റെ ഉള്ളിലുള്ള 2 ഖബറിൽ ഒരു ഖബർ. ഉസ്താദും വലിയാണ്, വാപ്പയും വലിയാണ്, ശിഷ്യനും വലിയാണ്. മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലയുടെ ശിഷ്യനാണ് മടവൂർ CM വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. മഹാഭാഗ്യം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം എന്ന് പറയാം. 4 പതിറ്റാണ്ട് കാലം മഹാനവറുകൾ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകി എന്നത് താരീഖിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അരിമ്പ്ര അബൂബക്കർ ഉസ്താദാണ് നമ്മളെ വിഷയം. ഷാദുലി വഴിയിലെ മഹാനവറുകൾ വന്നു. ഷാദുലി വഴിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്.
ഷാദുലിയാക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നാട്ടുകാരെ എല്ലാ വിഷയത്തിനും ഓലൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഷാദുലി വഴിയിലാണ് അത്തിപ്പറ്റ ഉസ്താദ്, എല്ലാ വിഷയത്തിലും ഉണ്ട്. ആംബുലൻസ് വാങ്ങാൻ വരെ ഉണ്ടാവും മൂപ്പര്, മാർബിൾ വാങ്ങാൻ പോണടുത്ത് വരെ ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും ഉണ്ടാവും. അത് ഷാദുലിയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ സാധാരണക്കാരുടെ എല്ലാ വിഷയത്തിലുള്ളതോടുകൂടെ ബാത്തിൻ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ജീവിതം, അതാണ് ഷാദുലിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതന്നെയാണ് മഹാനവറുകളെ നമുക്ക് കാണാനും സാധ്യമാകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വാലിഹീങ്ങളെ പറയണം, സ്വാലിഹീങ്ങളെ കേൾക്കണം, സ്വാലിഹീങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മക്കൾക്കൊക്കെ എപ്പോഴും സ്വാലിഹീങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. മനാഖിബുകൾ, നല്ല മനുഷ്യന്മാരെ മനാഖിബ് പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്തൊക്കെ വല്ലിപ്പന്മാര് പറഞ്ഞു കൊടുത്തിരുന്ന താരീഖുകളൊന്നും ഇന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും നമ്മളെ വാപ്പ, വാപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പ, വല്ലിപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പാന്റെ വാപ്പ. നമ്മളെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഖം മുറിക്കാതെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയിട്ടുണ്ടാവില്ല. നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മുറിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഇനി ഇപ്പൊ കയ്യുമ്മത്തെ വിരല് സാക്ഷിക്കാരം, വേറെ തെളിവൊന്നും വേണ്ടി വരില്ല. നമ്മളെ വാപ്പ വെള്ളിയാഴ്ച ജുമയ്ക്ക് നഖം മുറിക്കാതെ പോയിട്ടില്ല. നമ്മള് കയ്യുമ്മക്ക് നോക്കിയാൽ കാണൂലെങ്കിലും കാലുമ്മ നോക്കിയാൽ ഏതായാലും കയ്യും ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, ചുരുങ്ങിയത് 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ കന്നുകൾ വളർത്തുന്ന ആൾക്കാര് കുറെ കൊല്ലം കഴിയുമ്പോ കന്നിന്റെ കാലുമത്തെ കുളമ്പ് നേരാക്കാൻ വേണ്ടി ഒരാളെ കൊടുന്നിട്ട് അത് ചെത്തി നേരാക്കണ്ട, ഇതേമാതിരി നേരാക്കേണ്ടില്ല. നമ്മളെ പലപ്പോഴും കാല് നോക്കിയാൽ കാണാം. നമ്മളെ വാപ്പാക്ക് അങ്ങനല്ല, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നഖം മുറിച്ചിട്ടുണ്ട്. നമ്മളെ വാപ്പാക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തന്നെ ആയിരുന്നു, 25 മണിക്കൂർ ഉണ്ടായിട്ടൊന്നുമില്ല. വാപ്പാക്കും ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളൂ. വാപ്പാക്ക് 8 ദിവസം ഒന്നും ഉണ്ടായിട്ടില്ല. വല്ലിപ്പാക്ക് ആകെ ഒരു കൂട്ട് തുണിങ്കുപ്പായാണ് ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ വേണ്ടി വ്യാഴാഴ്ച തന്നെ ആകെയുള്ള ഒരു കൂട്ട് തുണിങ്കുപ്പായും തിരുമ്പി ഉണക്കി നേരാക്കിയിരുന്നു. വ്യാഴാഴ്ച തന്നെ നാളെ വെള്ളിയാഴ്ച എന്ന് ഓർമ്മയുണ്ട്. നമുക്ക് വെള്ളിയാഴ്ച പള്ളിക്കെന്ന് വാങ്ങിക്കൊടുക്കുമ്പോഴാണ് പടച്ചോനെ ഇന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള റബ്ബേ എന്ന് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ്. നമ്മളെ വാപ്പ നമ്മളെക്കാൾ സ്വാലിഹാണ്. എല്ലാരും അവനന്റെ വാപ്പാനെ പറ്റിയിരുന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പറ്റുമെങ്കിൽ വല്ലിപ്പാനെ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളെക്കാളും സ്വാലിഹിക്കാരം. നമ്മളെ വല്ലിപ്പ വെള്ളിയാഴ്ച 3 അൽക്കഫ് ഓതാത്ത കാലം കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരൽക്കഫ് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പൂർത്തിയാകണില്ല. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഫ് തുടങ്ങിയിട്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കാണ്. ചെന്നൈക്കിനെയാണ് ചെന്നുങ്ങാണ്ട് ഏടെടുത്തുങ്ങാണ്ട് അല്ലെ മൊബൈലിൽ നോക്കിങ്ങാണ്ട്, മൊബൈല് നോക്കണേന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ഏട് കിട്ടാത്തുമ്പോക്കെ നോക്കുക എന്നല്ലാതെ എപ്പോഴും അതന്നെ നോക്കലാക്കരുത്. ഒരു ഹുർമത്ത് കുറവ് എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ മൊബൈലിൽ നോക്കും പോലെ നോക്കരുത്, ഏടില് നോക്കും പോലെ നോക്കണം. അതെങ്ങനെ? ഏടില് നോക്കും പോലെ നോക്കുക പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അയിമക്കിനെ നോക്കിയാൽ ഒരു ഏടുക്ക് നോക്കണ ഒരു ഉഷാർ കിട്ടും. ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ എന്താ നോക്കണെന്നൊരു പിടുത്തം കിട്ടില്ല. അങ്ങനെ നോക്കരുത്, അതൊരു ഹുർമത്ത് കുറവാണ്. സംഗതി യാസീനോ തന്നെ ഇക്കാരം, പക്ഷെ യാസീന്റെ മറവിൽ പലതും ഓതാലോ. അപ്പൊ അതെങ്ങനെ വേണം? അതിങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഏട് നോക്കും പോലത്തെ ഒരു നോട്ടം ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പിടിച്ചിട്ട് അവനയക്ക് ഓതാൻ തന്നെയാണ് ഈ നോക്കണെന്ന് കാണുന്നവർക്ക് തോന്നണം. ആ തരത്തിൽ ഹുർമത്ത് കളയരുത്. ഏടുണ്ടെങ്കിൽ ഏടന്നെയാണ് ഏറ്റവും നല്ലത്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ആ ഏട് സാക്ഷിയായി നാളെ വരും. സാക്ഷികളെ തേച്ചാ തയ്യാത്തൊരു ദിവസമുണ്ട്, അതിനാണ് യൗമുൽ ഖിയാമ എന്ന് നമ്മൾ പറയണത്. സാക്ഷി തേച്ചാ തയ്യില്ല അന്ന്. എവിടെ ചെന്നാലും ഒരു 2 റക്അത്ത് നിസ്കരിച്ചിരുന്ന മുൻഗാമികളായ ആളുകൾ എന്തേ ഒരു പെരെ ചെന്നാല് ഒതുണ്ടാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. ആ പെര നാളെ ഖിയാമത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. തസ്ബീഹ് മാലയുടെ രഹസ്യതാണല്ലോ തസ്ബീഹ് മാല. എന്തിനാ തസ്ബീഹ് മാല? തസ്ബീഹ് മാല നാളെ ഖിയാമത്തിൽ സാക്ഷിയായിട്ട് വരും. നന്മക്ക് സാക്ഷിയുള്ളത് പോലെ തിന്മക്കും സാക്ഷിയുണ്ട്. നമ്മൾ എന്തേലും ഒരു കുരുത്തക്കെട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, ആരും കാണരുത് എന്ന് കരുതിങ്ങാണ്ട് റൂമക്കയറിയിട്ട് വാതില് കുറ്റിയിട്ടാല് നമ്മളാ ഇടണ കുറ്റി ഉണ്ടല്ലോ, ആ ടവർ ബോൾട്ട്,
ആ ടവർ ബോൾട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയും. ടവർ ബോൾട്ടൊക്കെ ഇട്ട് കുറ്റക്കെട്ടതിന്റെ ശേഷം ഇഞ്ഞാരും കാണണ്ടെന്ന് കരുതിങ്ങാണ്ട് ലൈറ്റ് ഓഫ് ആക്കിയാല് നമ്മൾ ഓഫ് ആക്കണ ആ സ്വിച്ച് ഉണ്ടല്ലോ, ആ സ്വിച്ച് നാളെ ഖിയാമത്തിൽ നമുക്കെതിരെ സാക്ഷി പറയും. അപ്പൊ നന്മയുടെ സാക്ഷികൾ തേച്ചാ തയ്യാത്തൊരു ദിവസമുണ്ട്. അതിനാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ഈ മൈക്ക നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും. ഈ ക്യാമറ നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി നമുക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها فقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും സാക്ഷി പറയും. മനുഷ്യന്റെ ശരീരം തന്നെ അവന് അനുകൂലമായും അവന് പ്രതികൂലമായും സാക്ഷി പറയും. ഒളു ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൈയും മുഖവും നാളെ സാക്ഷി പറയുമെന്നാണ്. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ. എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടും. മിൻ ആസാരിൽ വുദൂ, ഈ വുദൂഇന്റെ അടയാളം കാരണത്താൽ. അപ്പൊ അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകളെ നമ്മളെപ്പോഴും ഇങ്ങനെ പറയണം. സാലിഹീങ്ങളെ പറയാന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ വാപ്പാനെ പറയലാണ്, രണ്ട് വല്ലിപ്പാനെ പറയലാണ്, മൂന്ന് വല്ലിപ്പാന്റെ വാപ്പാനെ പറയലാണ്. ഇവിടെ നമ്മളെ ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, എല്ലാരും ഉറൂസ് കഴിയുന്നതിന് മുമ്പ് ഒന്ന് ഉസ്താദിനെ സിയാറത്ത് ചെയ്യണമെന്ന്. ഉറൂസിന്റെ സമയത്ത് ഔലിയാക്കളുടെയും ആരിഫികളുടെയും അർവാഹുകളുടെ പ്രത്യേകമായ ഹുദൂർ ഉണ്ടായിരിക്കുമെന്നാണ്. ഉറൂസിന്റെ സമയത്ത് സിയാറത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ? ഉറൂസിന്റെ സമയത്ത് ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അർവാഹുകൾ പ്രത്യേകമായി ഹാദിറാകുന്ന സമയമാണ്. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മദീനയിലായിരിക്കാം, എല്ലിയീനിലായിരിക്കാം, പല സ്ഥലങ്ങളിലുമായിരിക്കാം. ഉറൂസിന്റെ സമയത്ത് അർവാഹുകൾ ഹാദിറാകുമെന്നാണ്. അതുകൊണ്ടാണ് ഉറൂസിന്റെ സമയത്ത് പ്രത്യേകം സിയാറത്ത് ചെയ്യണമെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് എല്ലാരും ഉറൂസ് കഴിയുന്നതിന്റെ മുമ്പ് ഒന്ന് പ്രത്യേകമായി സിയാറത്ത് ചെയ്യണം. ഉസ്താദ് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതാണ്. ഉറൂസിന്റെ പ്രത്യേകത അതാണ്. നമ്മള് അമ്പലത്തേക്ക് ഉറൂസിന്റെ അന്നൊന്ന് പോയിട്ട് എന്തായാലും സിയാറത്ത് ചെയ്ത് പോരുമല്ലോ. ഉറൂസിന്റെ അന്ന് പ്രത്യേകമായ ഹാദറുണ്ടോ, അതാണ് കാര്യം. അതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രത്യേകതയാണ്. സ്വാലിഹീങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാ മാസവും റബീഉൽ അവ്വൽ ആയാല് മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാണ്. റബീഉൽ ആഖിർ ആയാല് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടാണ്. ഗൗസുൽ ആദമിന്റെ മദ്ഹ് പറയും, ഗൗസുൽ ആദമിന്റെ മദദിനെ ആഗ്രഹിക്കും, ഗൗസുൽ ആദമിന്റെ ഫൈളാനിനെ ആഗ്രഹിക്കും. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും, അവരെ തവസ്സുൽ ചെയ്യും. റബീഉൽ ആഖിർ കഴിഞ്ഞാല് ജമാഅത്തുൽ ഊല വന്നാല് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. ഈ മാസം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയും. ഇങ്ങനെ എല്ലാ മാസവും എടുത്താലും ഞമ്മക്ക് ആരെങ്കിലും ഉണ്ടാവും. എന്നാല് വഹാബികൾക്ക് ഉണ്ടാവില്ല, ജമാഅത്തേർക്ക് ഉണ്ടാവില്ല. വഹാബികൾ ആരെങ്കിലും ഈ കാലത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഒരാണ്ട് നടത്തുകയോ ഒരനുസ്മരണം നടത്തുകയോ ചെയ്തിട്ടുണ്ടാവില്ല. എന്താ കാരണം? അത് പറയാൻ മാത്രല്ല എന്ന് ഓൾക്ക് തന്നെ അറിയാം. അതാ കാരണം. നമ്മള് മുയ്യദ്ദീൻ ഷെയ്ഖിന്റെ പറയും എന്തേ, പറയാൻ മാത്രം ഉണ്ട്. നമ്മള് റിഫായി ഷെയ്ഖിന്റെ പറയും എന്തേ കാരണം, പറയാൻ മാത്രം ഉണ്ട്. നമ്മള് അരിമ്പറസ്താദിന്റെ പറയും എന്തേ കാരണം, പറയാൻ മാത്രം ഉണ്ട്. നമ്മളൊരു സുന്നിയായ ആളോട് വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കാൻ എടുക്കാ പോകാന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്. ഒരു ജമാഅത്തേരനോട് ചെന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കാൻ എടുക്കലൊന്ന് പോണ്ടിന്ന് പറഞ്ഞാൽ തലമങ്ങനെ ചൊരിഞ്ഞിട്ട് അത് ജന്നാണ് ദ്വാരന്നളാന്ന് പറയേണ്ടി വരും. അതന്നെ വ്യത്യാസം. നമുക്ക് സ്വാലിഹ്യങ്ങളുമായി ബന്ധമുണ്ട്. നമുക്ക് തസ്ബീമാല ഉണ്ട്, എന്തേ കാരണം നമുക്ക് ദിക്റുണ്ട്. മറ്റുള്ളവർക്ക് തസ്ബീമാല ഉണ്ടാവില്ല, എന്തേ കാരണം ഓർക്ക് ദിക്റില്ല. നമുക്ക് സ്വലാത്തിന്റെ ഏടുണ്ട്, 14 വക ഏടുണ്ട്, 33 വക ഏടുണ്ട്, 6666 വക സ്വലാത്തിന്റെ ഏടുണ്ട്. എന്തേ കാരണം? നമുക്ക് സ്വലാത്തുണ്ട്, അതാ കാരണം. മറ്റവർക്ക് ഏടില്ല, എന്തേ കാരണം? ഓർക്ക് സ്വലാത്തില്ല. സ്വലാത്തുള്ളവർക്കല്ലേ ഏടിന്റെ ആവശ്യമുള്ളൂ, അതിനെ കാരണം.
അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പഠിക്കണം, താരീഖുകൾ പഠിക്കണം. സ്വാലിഹീങ്ങളുടെ താരീഖ് പഠിച്ചാൽ 3 ഗുണമുണ്ടായിരിക്കുമെന്നാണ്. ഒന്ന്, അതുപോലെ ആകാൻ പരിശ്രമിക്കാൻ കഴിയും. അരിമ്പ്രസ്ഥാനം ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതും മനുഷ്യൻ തന്നെയുള്ളു, അപ്പൊ കയ്യൊല്ലല്ലേ എന്ന് മനസ്സിലാവും. നമ്മളെ വിചാരം സുബീക്ക് തല പൊന്തൂലെന്നാ നമ്മളെ വിചാരം. പൊന്തിയ ആള് നമ്മളെ ഇടയിൽ ജീവിച്ചു പോയല്ലോ, അപ്പൊ മനസ്സിലാവും നമുക്ക് അതും മനുഷ്യൻ തന്നെയുള്ളോ, കയ്യും ഇതും കയ്യണ കാര്യം തന്നെയാണെന്ന് മനസ്സിലാകും. അതാണ് സ്വാലിഹീങ്ങളെ പഠിച്ചാൽ ഒരു കാര്യം അതുപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കാം. സ്വാലിഹീങ്ങളെ പഠിച്ചാലുള്ള രണ്ടാമത്തെ ഗുണം, ഖൽബിന് ചില ഉറപ്പ് കിട്ടും. നമ്മൾ ഷാഫി ഇമാമിന്റെ ആളാണ് എന്ന് പറയുമ്പോ ഖൽബിനൊരു ഉറപ്പുണ്ട്. എന്തേ കാരണം? ആരാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു? മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സയ്യിദാണ്. ഷാഫി ഇമാം വലിയാണ്. ഷാഫി ഇമാമിന്റെ വലിയൊരു പ്രത്യേകത മഹാനവറുകളുടെ മനാഖിബിൽ പറയുന്നുണ്ട്. ഖുർആൻ എഴുതാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച കടലാസ് ഉള്ളതിനാൽ ആ റൂമിൽ ഉറങ്ങിയില്ല ഇമാമുന ഷാഫിഈ. ഖുർആൻ എഴുതിയ കടലാസല്ല, ഖുർആൻ എഴുതാൻ വേണ്ടി കടലാസ് കൊണ്ടുവന്ന് വെച്ചതിനാൽ ബഹുമാനാർത്ഥം ആ റൂമിൽ കടന്നുകൊണ്ട് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉറങ്ങിയില്ല. അത് ഖുർആൻ എഴുതിയിട്ടില്ല, കടലാസല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു എഴുതൂലേന്ന് ചോദിച്ചു. ആ എഴുതുന്ന് പറഞ്ഞു. എന്നാൽ ബഹുമാനം കൊണ്ട് അവിടെ കിടക്കാതിരുന്ന ആളാണ് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതിങ്ങനെ പഠിക്കുമ്പോ നമ്മൾ ഷാഫിയാക്കളാണ് എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിലോ റാഹത്തുണ്ടാവും. അതാണ് രണ്ടാമത്തെ ഗുണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പഠിക്കുമ്പോ മനസ്സിനൊരു ഉറപ്പ് കിട്ടും. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പഠിക്കുമ്പോൾ മനസ്സിനൊരു ഉറപ്പ് കിട്ടും. സാലിഹീങ്ങളായ മുൻഗാമികളുടെ താരീഖ് പഠിക്കുമ്പോൾ ഖൽബിന് ഉറപ്പ് കിട്ടും. മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം, താരീഖ് പഠിച്ചാൽ നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാകും. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും. താൻ മരണപ്പെട്ടാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്നതിന് സ്ഥലം നിശ്ചയിച്ചിട്ട് അബൂ ഹനീഫ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഞാൻ മരണപ്പെട്ടാൽ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു സ്ഥലം നിശ്ചയിച്ചു. ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു ഖബർ ഉണ്ടാക്കിയിട്ട് ആ ഖബറിന്റെ അടുക്കൽ ഇരുന്ന് 40,000 ഖത്തം തീർത്തിട്ടുണ്ട് മഹാനവറുകൾ. മഹാനായ സയ്യിദുന അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ എന്തേ അബൂ ഹനീഫ ഇമാമിനെ അംഗീകരിക്കുന്നതിന്റെ കാരണം അത് പൊട്ടും മുറിയൊന്നും അല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഖസീദത്തുൻ നുഅ്മാനിയ എന്ന പേരായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹനീഫക്ക് ഒന്നുമില്ല നബിയേ, പിന്നെ ആകെ ഒരു സമാധാനം ഉള്ളത് മരിച്ചു വന്നാൽ ഇങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമാണ്. ആര് മരിക്കുന്നതിന് മുമ്പ് ഖബറിന് സ്ഥലം നിശ്ചയിച്ചിട്ട് 40,000 ഖത്തം തീർത്ത മഹാനുഭാവൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ വാക്കാണ്, ആകെ എനിക്കൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, നാളെ കോടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂടിയ സദസ്സിലേക്ക് വരുമ്പോ മുത്തുനബി അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രം. അതാണ് സംഗതി. ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോ നമുക്ക് ഖൽബിനൊരു ഉറപ്പ് കിട്ടും. അതന്നെ. മൂന്നാമത്തത്, നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും. സാലിം ഫൈസിയായി എനിക്ക് തോന്നുകയാണ് ഞാനൊരു വലിയ വയലനാണ്, എല്ലായിടത്തും പോയിട്ട് വയൽ ഇങ്ങനെ പറയാണ്, കുറെ ആൾക്കാരിന്റെ വയൽ കേൾക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് എന്നിങ്ങനെ തോന്നുമ്പോഴാണ് മൊയ്യദ്ദീൻ മാല പാടിയത്. അപ്പൊ മൊയ്യദ്ദീൻ മാല പാടുമ്പോ അതിലുണ്ടാവും 40 ഇറ്റാണ്ടോളം വയൽ പറഞ്ഞോവര്, നന്നായി 90 കൊല്ലം ഇരുന്നോവര് എന്ന് പറയുമ്പോ മനസ്സിലാകും നമ്മളെ വയൽ എവിടേക്ക് എത്തിയിട്ടില്ല. എക്കാലത്ത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്
50,000 ആളുകൾ മഹാനവറുകളുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടൽ പതിവുണ്ടായിരുന്നു. ഇക്കാലത്തല്ല, ഗൗസുൽ-ആദം 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഹിജ്റ 470 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനവറുകളുടെ വഅദ് കേൾക്കാൻ വേണ്ടി 50,000 ആളുകൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. വഅദ് കഴിയുമ്പോ ഒരു തൗബന്റെ മജ്‌ലിസ് ഉണ്ടാവും. ഗൗസുൽ-ആദമിന്റെ വഅദ് കഴിയുമ്പോ ഒരു തൗബന്റെ മജ്‌ലിസ് ഉണ്ടാവും. എല്ലാവർക്കും മഹാനവറുകൾ തൗബ ചൊല്ലിക്കൊടുക്കും. ആളുകൾ ആ തൗബ ഏറ്റുചൊല്ലും. തൗബ ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് മരണപ്പെടാറുണ്ടായിരുന്നു. 50 കൊല്ലം ദീന് പഠിച്ചു. 25 കൊല്ലം നാട്ടിലും 25 കൊല്ലം വിദേശത്തും 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായകൾ കേട്ടാരെ ഇരുന്നോവർ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായകൾ കേട്ടാരെ ഇരുന്നോവർ 40 റ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 വയസ്സ് വരെയാണ് മഹാനായ ഗൗസുൽ-ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ജീവിച്ചത്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും രാത്രിയിൽ ഫർള് നിസ്കാരം കഴിഞ്ഞ്, ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് കഴിഞ്ഞ്, വിത്ർ നിസ്കാരം കഴിഞ്ഞ് മുത്തലഖായ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. 100 റക്അത്ത് മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ദ്വാരക്കും, അല്ലാഹുവേ റാബിയന്റെ ഈ 100 റക്അത്ത് നിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, നാളെ മഹ്ശറയിൽ വരുമ്പോ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സില് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എല്ലാ ദിവസവും രാത്രിയില് 100 റക്അത്ത് മുത്തലഖൻ സുന്നത്ത് നിസ്കരിച്ചിരുന്ന റാബിയ അല്ലേ ആ പോണത് എന്ന് മുത്തുനബി ചോദിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ ഒരു രസമുണ്ട്. അതിനാണ് ഈ 100 റക്അത്ത്. സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ തന്നെ. മുൻഗാമികൾ അങ്ങനെ പഠിച്ചാൽ നമ്മളെ നിക്കാരെ ഒടുക്കെത്തിയിട്ടില്ല എന്ന് മനസ്സിലാവും. നമ്മളിപ്പോ ഉള്ള നിക്കാരെ തന്നെ ഏറെയാണെന്നുള്ളടത്തായിരിക്കണത്. അത്രയിട്ടൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളടത്തുള്ളത്. അവർ റാബിയത്തുൽ അദവിയ്യന്റെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോ മനസ്സിലാവും നമ്മളെ നിക്കാരെ ഒടുക്കെത്തുന്നില്ല. അതാണ് മുൻഗാമികളുടെ താരീഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ താരീഖുകൾ പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടുവരിക. എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കിയിട്ട് കൊണ്ടുവരിക. ജുമഅക്ക് നേരത്തെ പോണം. എല്ലാരും കഴിയണത്ര നേരത്തെ ജുമഅക്ക് എല്ലാരും പോണം. വെള്ളിയാഴ്ച ഓതണം. നമ്മൾക്കൊക്കെ നല്ലത് സുബീന്റെ ശേഷം ഓതലാണ്. കാരണം എത്ര നേരത്തെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടേ പോകുള്ളൂ. ഉള്ള അൽക്കഫ് പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് സുബീന്റെ ശേഷം ഓത. ചെന്നിട്ട് ഓതാൻ നിൽക്കണ്ട, ചൊല്ലൂല. പിന്നെ എന്താ കാട്ടാം? സുബീക്ക് ഓത. ഒരാളൊരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് 100 പ്രകാശമായിരിക്കുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. 100 പ്രകാശം എന്നത്, 100 എന്നത് ഈമാനിന്റെ സിംബലാണ്. ഈമാൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് 100. ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും, 100 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതി അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈമാനോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തന്നെയല്ലോ. ഇന്ന് അമലിന്റെ കുറവല്ല, ഈമാന്റെ കുറവുള്ളത്. നിങ്ങൾ പഠിച്ചു നോക്കിക്കണോന്നറിയില്ല. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മളെ മലബാർ ഏരിയയിലൊക്കെ പുതിയാപ്പിളാർക്ക് നോമ്പിന് പുതിയാപ്പിള സൽക്കാരം ഉണ്ടാവും. നോമ്പുതുറ. പുതിയാപ്പിള സൽക്കാരത്തിന് നോമ്പുതുറക്ക് പുതിയാപ്പിളാര് പോകുമ്പോ ചങ്ങായിമാരൊരു 20 ആളൊപ്പം പോകും.
ആ 20-ൽ 15 നോലുമ്പില്ലാത്തത് 5 നോലുമ്പുള്ളതാണ് പണ്ടുണ്ടാവുക. ഇന്ന് അങ്ങനല്ല. ഇന്ന് പുതിയാപ്പള സൽക്കാരത്തിന് 20 പോണേല് 25 ആൾക്കും നോലുമ്പുണ്ട്. ബസ്സിലെ കണ്ടക്ടർക്ക് വരെ നോലുമ്പുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വരെ നോലുമ്പുണ്ട്, കല്ലുമണ്ടിയിലെ ഡ്രൈവർക്ക് വരെ നോമ്പുണ്ട്. മോശാക്കല്ലോ ഒക്കെ ഉണ്ട്. അമലിൽ ഒരു കുറവില്ല. റമദാൻ മാസത്തില് അങ്ങാടിത്തെ പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചിട്ടും തികണില്ല. ചെറുപ്പക്കാര് കാര്യമാണ് നിക്കരിച്ചിട്ട്. എന്നാൽ മരിക്കുമ്പോ കെലിമ ചൊല്ലുന്ന എത്ര പേരുണ്ട്? ചോദ്യല്ലേ. പഴയകാലത്ത് അങ്ങനല്ല. ജുമഅത്ത് പള്ളിയില് ജുമഅക്ക് 40 ആള് തികയായിട്ട് പാടത്തുനിന്ന് മൊല്ലാക്ക ആളെ കൂട്ടിക്കൊടുന്നിട്ട് 40 ആളെ തികച്ചിട്ട് ജുമഅ നിസ്കരിച്ചിരുന്ന കാലത്ത് മരിക്കാനാവുമ്പോ കയ്യും കാലും തേച്ചക്കീറ്റ് കട്ടിലുമ നീണ്ടു നീർന്ന് കടന്ന് ഉറക്കലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അടുത്ത പേരേക്ക് വരെ കേട്ടിരുന്നു. അങ്ങനെ മരിച്ചിരുന്നത് പഴയ കാലത്ത്. ഇന്ന് അമലിന് വല്ല കുറവുണ്ടോ? സ്വതക്കക്ക് വല്ല കുറവുണ്ടോ? ഉംറക്ക് വല്ല കുറവുണ്ടോ? കയ്യമ്മ വള ഉണ്ടെങ്കിൽ ഉംറ, കൈച്ചേനുണ്ടെങ്കിൽ ഉംറ നടക്കും. ഉംറക്കൊരു കുറവില്ല. മരിക്കുമ്പോ കെലിമ ചൊല്ലി എത്ര ആൾക്കാരുണ്ട്? ഈമാനാണ് കുറവ് പറ്റിയത്, അമലിനല്ല കുറവ് പറ്റിയിട്ടുള്ളത്. ഈമാനിനാണ്. ഈമാൻ വർധന ഉണ്ടാവണമെങ്കിൽ സ്വാലിഹീങ്ങളുമായി ബന്ധമുണ്ടാവണം. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാനായിരിക്കുമെന്നാണ്. എന്താ അൽക്കഹ്ഫിലുള്ളത്? അൽക്കഹ്ഫിൽ 3 താരീഖുണ്ട്. 3 താരീഖുണ്ട് അൽക്കഹ്ഫില്. ഒന്ന് മൂസ നബി അലൈഹിസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്ത താരീഖാണ്. രണ്ടാമത്തേത് ദുൽഖർനൈനി എന്ന രാജാവിന്റെ യാത്രയെ കുറിച്ച് പറയുന്ന താരീഖാണ്. മറ്റൊരു താരീഖുള്ളത് ഈമാൻ ഉറച്ച അൽകഫ്ഗാർ എന്ന് പേരായ ചില യുവാക്കളുടെ യാത്രയെ കുറിച്ചും അവർ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതാണ് അൽകഫിലുള്ളത്. അതൊരു വെള്ളിയാഴ്ച ഒരാൾ ഓതിയാലേ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കൂല. ഈമാൻ ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോ നമ്മൾ ഈമാൻ പോണ കാഴ്ചയാണ് കാണുന്നത്. തസവൂഫിന്റെ പേരിൽ വരെ നിരീശ്വരവാദം, യുക്തിവാദം, സർവമത സത്യവാദം പ്രചരിപ്പിക്കുക. ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യമായി സർവമത സത്യവാദത്തെ കൊണ്ടുവന്നത് ദീനി ഇലാഹി എന്ന മതം അല്ലെങ്കിൽ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ള ചക്രവർത്തിയാണ്, അക്ബർ ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സർവമത സത്യവാദം കൊണ്ടുവന്നത്. അതിങ്ങനെ വളർന്ന് വന്ന് ഇന്ന് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ സർവമത സത്യവാദം തുടങ്ങിയിട്ടുണ്ട്. ചില പ്രഭാഷകരൊക്കെ പ്രസംഗിക്കണേക്ക എല്ലാ മതവും ഒന്ന് തന്നെയാണ്. എല്ലാ മതവും ഒന്നൊന്നുമല്ല, മനുഷ്യൻ ഒന്ന് തന്നെയാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. മാനുഷികമായ പരിഗണനയ്ക്കും മാനുഷികമായ സൗഹാർദ്ദത്തിനും മാനുഷികമായ യോജിപ്പിനും മതം ഒന്നാവണമെന്നില്ലല്ലോ. എല്ലാ മതവും മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ എല്ലാ മതവും ഒരേ മാതിരിയല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. എല്ലതും ഒന്നാണ് എന്നുള്ള വിശ്വാസം നമുക്കില്ല. അത് കരുതിയിട്ട് എല്ലാരും ഇവിടുന്ന് വഴിയെടുത്താട്ടണമെന്നോ അല്ലെങ്കിൽ കമ്പെടുത്തും കാണുന്ന തല്ലാൻ നടക്കണമെന്നോ അഭിപ്രായമൊന്നുമില്ല. എല്ലാ മതവും ഒന്നാണ്. അതാണ് സർവമത സത്യവാദം. ഇന്ന് യുവാക്കളെയും യുവതികളെയും സർവമത സത്യവാദം പിടികൂടിക്കൊണ്ടിരിക്കുന്നു. യുക്തിവാദിയാകുന്നത്, നിരീശ്വരവാദിയാകുന്നത്, ലിബറലിസ്റ്റ് ആകുന്നത് വിവരമില്ലാത്തവരല്ല, വിവരമുള്ളവരാണ്. വലിയ വലിയ വിവരമുള്ളവര്, PhD-ക്കാര്, MBBS-കാര്, MA-ക്കാര്, സൈക്കോളജിക്കാര് ഓലൊക്കെയാണ് ആകുന്നത്. എന്തേ കാരണം? ഈമാൻ നിലനിൽക്കണമെങ്കിൽ സാലിഹീങ്ങളുമായി ബന്ധമുണ്ടായിരിക്കണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. എന്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സ്വാലിഹീങ്ങൾ അങ്ങനെ പഠിക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയും ബന്ധമാണ്. മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. ബൈത്തുൽ മുഖദ്ദസ് വഴിയായി മടങ്ങിയെത്തി. നേരം പുലർന്ന് കഅബമ്മക്ക് തല വെച്ചിട്ട്, കഅബമ്മക്ക് കൈ വെച്ചിട്ട്, ആ കയ്യമ്മക്ക് തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് റേഞ്ച് പോകണ്ടല്ലോ. പിന്നെ കുട്ടികളെ എടുക്കാൻ അങ്ങനെ ഇടക്കിടക്ക് നീച്ചോണ്. മൂത്രയിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. റേഞ്ച് വേണ്ട. റേഞ്ച് പോകുമ്പോ എന്തേലും ചെല്ലേണ്ടി വരും. എന്തല്ല എല്ലാവരും ചൊല്ലി. അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അന്ത ഉമ്മുൻ أين فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ഒന്ന് അളയിക്കാണി. എല്ലാരും ഇരിക്കണോടത്തൊന്ന് അളയിക്കാണി. അവിടെ ഉറക്കൂലേ? ഇരുന്നളകിയാ മതി. സയ്യിദി ഖൈറൻ നബി ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലതശ് يوم نشر كتابي يا سيدي خير النبي الشفاعة. ഇളക്കം നിന്നല്ലോ. ക്യാമറയിലോ കണ്ടോട്ടെ നിങ്ങൾ ഇളകണേ. يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, റേഞ്ച് പോകരുത്. സ്വാലിഹീങ്ങളായ ആളുകളെ പഠിക്കുന്നതിന് 3 ഗുണാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 അതുപോലെ ആകാന്, 2 നമുക്ക് മനസ്സിനൊരു ഉറപ്പ് കിട്ടാന്, 3 നമ്മളെടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകാന്. അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത് അൽക്കഹ്ഫ് ഓതണം എല്ലാവരും വെള്ളിയാഴ്ച. എന്തേ? അൽക്കഹ്ഫ് ഈമാന. അതിൽ 3 താരീഖാണുള്ളത്. ഒന്ന് ദുൽഖർനൈനി എന്ന രാജാവിനെ കുറിച്ച്, മറ്റൊന്ന് മൂസ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബിയും യാത്ര ചെയ്തതിനെ കുറിച്ച്, പിന്നെ അതിലുള്ളത് അൽകഹ്ഫുകാർ എന്ന ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി യാത്ര ചെയ്ത ചില ഗുഹാവാസികളായ മനുഷ്യന്മാരെ കുറിച്ച്. അതുകൊണ്ട് ഇന്ന് ഈമാനാണ് കുറയണത്, അമലല്ല. അമലിന് ഒരു കുറവില്ല. പഴയ കാലത്ത് ഇതേമാതിരി ഉംറക്കൊന്നും പോയിരുന്നില്ല. ഇന്ന് പോകുമ്പോഴൊന്നും പഴയ കാലത്ത് ഉംറക്ക് പോയിട്ടില്ല. അതേ സമയത്ത് ഈമാൻ തൂക്കിയാൽ പഴയ ആൾക്കാർക്ക് തൂങ്ങണത്, നമ്മൾക്ക് തൂങ്ങണില്ല.
ഈമാൻ തൂങ്ങണമെങ്കിൽ മുത്തുനബി ഖൽബിലേക്ക് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിനെ പഠിക്കേണ്ടി വരുന്നത് അവിടെയാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മിഅ്റാജ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് കഅബമക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ആ കയ്യമ്മക്ക് തല വെച്ചിട്ട് ഇങ്ങനെ അതൊരു പ്രതിസന്ധിയാണ്. ഏത് പ്രതിസന്ധി? ഒരാളെ കാത്തു നിന്നിട്ട് വരുന്നത് വരെയെന്ന് പറഞ്ഞാല് നമുക്ക് പുതിയതായിട്ട് ഒന്നും തുടങ്ങാൻ കഴിയൂല. കാരണം എപ്പോഴാണ് നിർത്തേണ്ടി വരാന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം. എന്തായാലും ഞാൻ പറയാം, തങ്ങളോളം പറയാം. അള്ളാഹുവിനെ ആഫിയായി മാറ്റേ. നമ്മളെല്ലാവരും ഖൈറിന്റെ അഹ്ലുകാരിൽ അള്ളാഹു ചേർക്കട്ടെ. തങ്ങളെപ്പോ വന്നാലും അപ്പൊ നിൽക്കൂട്ടോ. അത് ചിലപ്പോ വൈക്ക നിൽക്കും. ആയിക്കോട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പൊ അതുകൊണ്ട് സ്വാലിഹീങ്ങളെ പഠിക്കുമ്പോൾ 3 കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അതുപോലെ ആവാൻ. അപ്പൊ ഈമാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചാലാണ് ഈമാൻ കിട്ടുക. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചാല് മിഅ്റാജിന്റെ രാത്രി പിറ്റേ ദിവസം രാവിലെ കഅബമക്ക് തല വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അബൂജഹൽ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി. വന്നിട്ട് ചോദിച്ചു, പിന്നെ അല്ല മുഹമ്മദേ, എന്റെ ഇരുത്തം കണ്ടാല് പുതിയ വിവരം എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ, അല്ല പുതിയ വിവരം ഉണ്ടോന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങണ സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് കയറി അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം വെളുത്തപ്പോത്തിന് മസ്ജിദുൽ ഹറാമിൽ തന്നെ മടങ്ങി എത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഒരു ചിരിയാണ്ട് ചിരിച്ചു. എന്ത് ചിരി? നമ്മുടെ കുട്ടികളൊക്കെ പറയല്ലോ, ഒരു ആക്കണ ചിരി എന്ന് പറയില്ല, ആ ചിരി. ഒരുമാതിരി ചിരിയാണ്ട് ചിരിച്ചു. എന്നിട്ട് അവന്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരികടാ എല്ലാരും, ഇതാ ഒരു പുതിയ വിടലിറങ്ങിയിട്ടുണ്ട്, എല്ലാരും വരികയായിരുന്നു. അങ്ങനെ എല്ലാരും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മുഹമ്മദ് വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി. അള്ളാഹുവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മുനാജാത്തൊക്കെ നടത്തി പോരുന്ന വഴിക്ക് മൂസാ നബിനൊക്കെ കണ്ട് നിസ്കാരം ചുരുക്കി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് തന്നെ പോയി, ഇങ്ങോട്ട് തന്നെ വന്ന് അങ്ങനെയൊക്കെ കൂടി ആയി. നേരം വെളുത്തപ്പോത്തിന് കിടക്കപ്പായി തന്നെ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടിയാണ് ചിരിച്ചു. അപ്പൊ ചിരിയുടെ ഒച്ച കേട്ടിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് വഴി ഇങ്ങനെ വന്നു. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അതിൽ അബൂജഹൽ ചോദിച്ചു, ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞു. അപ്പൊ വിവരം എങ്ങനെ? അബൂജഹൽ പറയുമ്പോ ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് പറയല്ലോ. അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞേക്കിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ഇത് എന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് പറഞ്ഞു, ആ പറഞ്ഞ തന്നെയാണ് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യത്തെയാണ് ഈമാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം കുറഞ്ഞാൽ ഈമാൻ പോകും. ഈമാൻ പോണ മുഴുവൻ ആൾക്കാരും പരിശോധിച്ച് നോക്കി, നബിനോട് താല്പര്യം കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഖുർആനിനെ നിഷേധിക്കുന്നവർ ഖുർആനിനെ നിഷേധിക്കുന്നത് ഖുർആനിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മുഹമ്മദ് നബിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും നോക്കുക. ഇസ്ലാം ദീനിനെ എതിർക്കുന്നത് ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാണെന്ന വിശ്വാസം വരണമെങ്കിൽ ആദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന വിശ്വാസം വരണം. ഈമാൻ കിടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസത്തിലാണ്.
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിൽ വിശ്വാസം വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം വന്നപ്പോഴാണ്. എപ്പോഴാ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരിക? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി റസൂൽ എന്നത് മാറ്റി വെച്ച് മുഹമ്മദ് എന്നത് പഠിക്കുമ്പോഴാണ് വിശ്വാസം വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി വേറെ, റസൂൽ വേറെ, മുഹമ്മദ് വേറെ. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിന് ശേഷം ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചു. വഹി ലഭിച്ചതിന് ശേഷം തന്റെ കുടുംബക്കാരെ അബൂ ഖുബൈസ് എന്ന പേരായ മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ മലയുടെ അപ്പുറത്തൊരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അബൂ ഖുബൈസ് മല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അബൂ ഖുബൈസ് മല എന്ന് പറഞ്ഞാലേ ഉംറക്ക് പോയ ആൾക്കാർക്ക് അറിയാം. നമ്മളെ മലയാളികളൊക്കെ അധികം താമസിക്കുക 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ബാത്റൂമിന്റെ അടുത്ത് കൂടെയുള്ള ആ റോഡിന് പോന്നിട്ട് അവിടെയാണ്. 3ാം ബാത്റൂമിന്റെ അടുത്ത് ഒരു പാലസ് ഉണ്ട്. കറുത്ത പാന്റും ഷർട്ടും ഇട്ടിട്ടുള്ള തോക്കൊക്കെ പിടിച്ച ആളുകൾ കാവൽ നിൽക്കുന്ന സ്ഥലം, അതാണ് പാലസ്. ആ പാലസ് നിൽക്കുന്നത് ഒരു മലമ്മയാണ്. ആ മലന്റെ ആ തലയാണ് അബൂ ഖുബൈസ് മല. അബൂ ഖുബൈസ് എന്ന് പറഞ്ഞാൽ മലയുടെ കുറച്ചു ഭാഗം ബാക്കിയുണ്ട്, ബാക്കിയുള്ളതൊക്കെ കൊട്ടാരാക്കിയിട്ടുണ്ട്. ആ മല കുറച്ചുണ്ട്. ഈ മലന്റെ ഒരു ഭാഗത്ത് ആമിന ബീവിയുടെ വീട്, ഇന്നത് ലൈബ്രറിയാണ്. ഇപ്പൊ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതുക്കി പണിയുന്നുണ്ട്, ലൈബ്രറിയാണ്. മറ്റൊരു ഭാഗത്ത് ബിന്ദാവൂദ് എന്ന പേരായ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നത്. ഈ പറയണത് നിങ്ങളോടനെ ഇക്കാരല്ലോ അല്ലേ? ഇവിടെ അത് അവിടേക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് പോകണം, എന്നാലേ സംഗതി കിട്ടുള്ളൂ. നമ്മള് മത്താഫിലേക്ക് കയറണ സ്ഥലമുണ്ട്. മത്താഫിക്ക് കയറണ ആ സ്ഥലത്തിന്റെ വലതുവശം, തവാഫ് ചെയ്യാൻ വേണ്ടി കയറണേന്റെ വലതുവശത്താണ് പാലസ് ഉള്ളത്, രാജാവിന്റെ കൊട്ടാരം ഉള്ളത്. പാലസ് നിൽക്കുന്നത് ഒരു മലമ്മയാണ്. ആ മല കുറെ ഭാഗം പൊളിച്ചിട്ടുണ്ട്. അതിന്റെ അങ്ങേ തലക്കെ മല ബാക്കി നിൽക്കുന്നുണ്ട്. അതാണ് അബൂ ഖുബൈസ് മല എന്ന് പറയുന്നത്. അയ്മക്കാണ് കൊണ്ടുപോയത്. അതിന്റെ ഒരു സൈഡില് ആമിന ബീവിയുടെ വീടാണ്. ഇപ്പോൾ അതൊരു ലൈബ്രറിയാണ്. അതിന്റെ മറ്റേ സൈഡിൽ ബിന്ദാവൂദ് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം. എന്ന് പറഞ്ഞാല് അബൂ ഖുബൈസ് മലയുടെ 2 ഭാഗത്തും ആൾപ്പാർപ്പുണ്ട് എന്നർത്ഥം. ഈ മലന്റെ അപ്പുറം ആരും കാണാത്തൊരു സ്ഥലമല്ലാന്ന്. മലന്റെ 2 ഭാഗത്തും ജനവാസമുള്ള സ്ഥലമാണ്. ആ മലന്റെ മേലേക്ക് കൊണ്ടുപോയിട്ടാണ് പറയണത്, ഈ മലന്റെ അപ്പുറത്ത് ഒരു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അവർ പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞ ആ നീ ഉണ്ടല്ലോ, അത് 40-ന് മുമ്പുള്ള നീയാണ്. സംജാ? അത് 40-ന് മുമ്പുള്ള നീ, അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40-ന് ശേഷമാണ് നബിയും റസൂലുമാകുന്നത്. 40-ന് മുമ്പുള്ള മുഹമ്മദിൽ വിശ്വാസമുണ്ടെങ്കിലേ 40-ന് ശേഷമുള്ള നബിയിലും റസൂലിലും വിശ്വാസം വരൂ. 40 വയസ്സിന് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാണ് അതിന്റെ സംഗതി. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ വരണമെങ്കിൽ നബിയെ പഠിച്ചാൽ പോരാ, റസൂലിനെ പഠിച്ചാൽ പോരാ, മുഹമ്മദിനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഹമ്മദ് പറഞ്ഞാല്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ്. ശരീരത്തെക്കാളുള്ള ബന്ധം മനസ്സിലാകണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം. 3 പഠനമാണ് നബി തങ്ങളെ കുറിച്ചുള്ള പഠനം. 1 ശമായിലുകൾ എന്ന് പറയുന്നതാണ്, 2 ദലായിലുകൾ എന്ന് പറയുന്നതാണ്,
3 ഫളായിലുകൾ എന്ന് പറയുന്നതാണ്. നിങ്ങളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം, എന്നാലും തങ്ങൾ വരുവോളം പറയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് സംഗതി. നിങ്ങളെ നോട്ടം കണ്ടാലും, നിങ്ങൾ വാച്ച് കോക്കിന് കണ്ടാലും, നിങ്ങൾ കോട്ടായിട്ടിന് കണ്ടാലും ഒക്കെ എനിക്കറിയാം സംഭവം എന്താണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ തങ്ങൾ വരുവോളം പറഞ്ഞേ പറ്റുള്ളല്ലോ എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ എന്നതാണ് സംഗതി. അപ്പോ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാരും. അതുകൊണ്ട് അലിഫൻ സുബൈറുൻ യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇംറാനു വ ഉബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ മുഅ്മിനീങ്ങളെ 3 കാര്യങ്ങളാണ് നബിതങ്ങളെ മുഹമ്മദിനെ പഠിക്കുക എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ശമാഇലുകൾ. ഷമായിൽ എന്ന് പറഞ്ഞാല് നബിതങ്ങളുടെ ശരീരം എങ്ങനെയാണ്, നടത്ത എങ്ങനെയാണ്, ഇരുത്ത എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ്, ഇത് പഠിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷമായിൽ എന്ന് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ, കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ്. വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ്. വെളുപ്പും ശക്താണ്, അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അങ്ങനെ ആകർഷണീയമായ സുറുമ ഇട്ടിട്ടില്ലെങ്കിലും സുറുമ ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് നബിതങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബിതങ്ങൾ സുറുമ ഇടലും പതിവുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിക്കുക നബിതങ്ങളുടെ ശരീരം. നിരയൊത്ത പല്ലുകളാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് കയറിയിട്ടു ഒന്ന് ഇറങ്ങിയിട്ടുമല്ല, നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം വെള്ള നിറത്തിൽ തങ്കത്തിന്റെ നിറം കയറിയതായിരുന്നു. വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം. അങ്ങനെ അങ്ങനെ അതാണ് ശമായിലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. നബിതങ്ങൾ ഇരിക്കുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടൽ പതിവുണ്ട്. ഏത് സദസ്സിൽ നബിതങ്ങൾ ഇരുന്നാലും നബിനെ വേറിട്ട് കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അധികം നീളമുള്ള ആളൊന്നുമല്ല, അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല നബിതങ്ങൾ. ഒത്ത ശരീര പ്രകൃതമുള്ള ആളാണ്. അതാണ് ശമായിലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാല്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കറുകറുത്ത മുടിയാണ്. ആ മുടികളെ എണ്ണാൻ കഴിയുമായി മുടികളുടെ ഇടയിലുള്ള 1-2 വെള്ളമുടി എണ്ണാൻ കഴിയും. പരമാവധി 20 മുടികളിൽ താഴെയാണ് നബിതങ്ങളുടെ തലയിൽ വെളുത്ത മുടി ഉണ്ടായിരുന്നത്. ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന തരത്തില് സ്ഥിരമായി വീശ വെട്ടുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ചുണ്ടിന്റെ ചുവപ്പ് എപ്പോഴും കാണും. തിങ്ങിയ താടിയാണ് മുത്തുനബിക്കുള്ളതെങ്കിലും താടിയുടെ രോമങ്ങളുടെ ഉള്ളിലൂടെ തിളക്കം കൊണ്ട് തൊലി കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹബീബുനാ റസൂലുള്ളാഹി അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമായ ആകർഷണീയമായ മൂക്കാണ്. അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും മലയാളത്തിലെ റാ എന്ന അക്ഷരം എഴുതിയതുപോലെ വളഞ്ഞ പുരികമാണ് മുത്തുനബിക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇതിനാണ് ശമായിലുകൾ എന്ന് പറയുന്നത്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് ഇരിക്കലാണ് പതിവുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു സദസ്സിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണെങ്കിൽ ആ സദസ്സിലുള്ള എല്ലാവർക്കും ആ സംസാരം മനസ്സിലാകുമായിരുന്നു.
ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നതും ഏതെങ്കിലും ഒരാൾ അത് കേൾക്കരുതെന്ന് നബി തങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നതും മുത്തുനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശമാഇലുകൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളയല്ലാത്ത വസ്ത്രമുണ്ടായിരുന്നു എങ്കിലും സ്ഥിരമായ വെള്ള വസ്ത്രം ധരിക്കലായിരുന്നു പതിവ്. മുടികൾ നന്നായി എണ്ണ തേച്ച് വാർന്നിട്ട് അതിനു മുമ്പുകളിൽ തൊപ്പി വെച്ച് തലപ്പാവ് ധരിക്കുന്ന രീതിയാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇടക്ക് തൊപ്പി മാത്രം ധരിക്കുന്ന രീതിയും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുപ്പായം ധരിക്കാതെ നടക്കുന്ന പതിവില്ലാത്തതിനാൽ ശരീരം ആരും കാണൽ പതിവുണ്ടായിരുന്നില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കൂല. ഇങ്ങനെ പഠിക്കുക. ഇതാണ് ശമാഇൽ. രണ്ടാമത്തത് ദലായിലുകളാണ്. ദലായിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾക്കാണ് ദലായിൽ എന്ന് പറയുന്നത്. ഖുർആൻ അതിന്റെ ഉദാഹരണമാണ്. നബി തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ മേലുള്ള തെളിവാണ് ഖുർആൻ എന്ന് പറയുന്നത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഒരു താരീഖ് ഉണ്ട്. പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പേർഷ്യയിലെ പ്രഭു കുടുംബമാണ്. പ്രധാനമന്ത്രിയുടെ മകനാണ് സൽമാൻ. പേർഷ്യക്കാര് തീ ആരാധകരായിരുന്നു എന്നാണുള്ളത്. അഗ്നി ആരാധകരാണ്. സൽമാന്റെ വാപ്പിയും തീ ആരാധകരാണ്. സൽമാന്റെ വാപ്പ പ്രധാനമന്ത്രിയാണ്. രാജാവും തീ ആരാധകരാണ്. പേർഷ്യക്കാര് മൊത്തത്തിൽ തീ ആരാധകരായിരുന്നു. ഇസ്ലാമിന് മുമ്പ്, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്. അക്കാലത്ത് മുസ്ലിങ്ങളുണ്ട്. അന്നത്തെ മുസ്ലിങ്ങൾ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആണ് അന്നത്തെ മുസ്ലിങ്ങൾ. പക്ഷെ അവർ അപൂർവമായേ ഉള്ളൂ. എവിടെങ്കിലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഉണ്ട് എന്നറിഞ്ഞാൽ ഒന്നുകിൽ നാട് കടത്തും, അല്ലെങ്കിൽ ജയിലടക്കും, അല്ലെങ്കിൽ കൊല ചെയ്യും എന്നതാണ് അന്നത്തെ രീതി. സൽമാന്റെ വാപ്പാക്ക് കൃഷിയാണ്, കർഷകനാണ്. വാപ്പ പ്രധാനമന്ത്രിയാണ്, അതോടൊപ്പം കർഷകനാണ്. ഒരു ദിവസം സൽമാൻ വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി. വാപ്പാന്റെ കൃഷിസ്ഥലം കണ്ട് മടങ്ങുമ്പോ കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വെളുത്ത ഒരു കൂടാരമുണ്ടാക്കി അതിൽ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വെള്ളവസ്ത്രധാരികളായ അക്കാലത്ത് കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു. അവരെ ചരിത്രം പുരോഹിതന്മാർ എന്ന് രേഖപ്പെടുത്തി. കുറച്ച് പുരോഹിതന്മാരെ കണ്ടു. വർത്താനം പറഞ്ഞോ, മിണ്ടരുത്, മിണ്ടിപ്പോകരുതേ. നല്ല കുട്ടികളാ. അല്ലാഹു നമ്മളെ കുട്ടികളൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ, മുത്തഖീങ്ങളാകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകട്ടെ. സംഗതി അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ വർത്താനം പറയരുതേ. വലിയ ആൾക്കാരനെയാണ്, അത് തർക്കമൊന്നുമില്ല. നിങ്ങൾ വലിയ ആൾക്കാരനെ, നിങ്ങളെ ദുആക്ക് ഇജാബത്തൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ വർത്താനം പറയരുത്. അപ്പോ ദലായിലുകൾ, സൽമാൻ അൽ ഫാരിസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ കുറച്ച് ഈ കാടിന്റെ സൈഡിൽ ഒരു വെളുത്ത കൂടാരുണ്ടാക്കിയിട്ട് അതിൽ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ അവരൊപ്പം ഇരുന്നു. കുറെ സമയം ഇരുന്ന് നേരം പോയതറിഞ്ഞില്ല. നേരെ ഇരുട്ടായി. സൽമാനെ കാണാനില്ലാത്തതിനാൽ അന്വേഷണം ആരംഭിച്ചു. പട്ടാളക്കാര് തെരഞ്ഞ് അവസാനം പുരോഹിതന്മാരെ അടുത്തെത്തി. പുരോഹിതന്മാരെ കണ്ടു. സൽമാനെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരെയും കൊട്ടാരത്തിൽ ഹാജരാക്കി. സൽമാനെ ജയിലിലടച്ചു. പുരോഹിതന്മാരെ നാട് കടത്താൻ തീരുമാനിച്ചു. എല്ലാരും അങ്ങോട്ടാ നോക്കണം, ഇങ്ങോട്ടല്ല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ. ഞാനല്ല വേദ പറഞ്ഞ തങ്ങൾ വരുമ്പോ സ്റ്റേജിൽ വരും. അതിന് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ടൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കി. സൽമാനെ നാട് കടത്താനും സൽമാനെ ജയിലിലടക്കാനും പുരോഹിതന്മാരെ നാട് കടത്താനും തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞ സൽമാന് അതിലെ വലിയ പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് സ്വകാര്യത്തിൽ ചോദിച്ചു, ഞാൻ എങ്ങനെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാലേ നിങ്ങളടുത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വന്നാല് മൗസിൽ എന്ന പേരായ ഒരു നാട്ടിലേക്കാണ് പോവുക, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു.
സൽമാൻ കുറെ കാലം ജയിലിൽ കിടന്നു. 200 വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ ഫാരിസി ട്ടോ. 200 വയസ്സ് കുറെ കാലം ജയിലിൽ കിടന്നു. പിന്നെ ഒരു ദിവസം നല്ല നടപ്പ് കാരണം ജയിലിലെ വാർഡന്, ജയിലിന്റെ പാറാവുകാരന് മഹാനവറുകളോട് താല്പര്യമുണ്ടായി. ഒരു ദിവസം ഉറങ്ങിയ മാതിരി കടന്നു. സൽമാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി. അങ്ങനെ എത്തിയത് ഒരു കച്ചവടക്കാരുടെ കൂടെയാണ്. അവരുടെ കൂടെ യാത്ര ചെയ്ത് മൗസിലിൽ എത്തിച്ചേർന്നു. പ്രധാന പുരോഹിതന് ഖിദ്മത്തെടുത്ത് താമസിച്ചു. കുറെ കാലം കഴിഞ്ഞ് അയാൾ മരിക്കുകയാണ്. ഈ പ്രധാന പുരോഹിതൻ മരിക്കുമ്പോ സൽമാൻ തന്നെയാണ് നോക്കണത്. സൽമാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ മരിച്ചാ ഞാൻ എവിടുക്ക പോവുകയെന്ന് ചോദിച്ചു. അപ്പൊ വേറൊരു പുരോഹിതന്റെ പേര് പറഞ്ഞു കൊടുത്തു. അയാളെ അടുത്തേക്ക് പൊയ്ക്കളോണ്ട് പറഞ്ഞു. അങ്ങനെ അയാൾ മരിച്ചു. സൽമാൻ അയാളെ കുളിപ്പിച്ചു, അയാളെ മറവ് ചെയ്തു. പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ പുരോഹിതന്റെ അടുത്തേക്ക് പോയി. അയാളും ഇതുപോലെ രോഗിയായി മരിക്കുകയാണ്. ഞാൻ എവിടുക്ക പോവുകയെന്ന് ചോദിച്ചു. മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ആളടുത്തേക്ക് പോയി, അയാൾക്ക് ഖിദ്മത്ത് കൊടുത്തു. അയാൾ മരിക്കുകയാണ്. അയാളോടും ചോദിച്ചു, ഞാൻ എവിടുക്ക പോവുക. അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു, ഇനി എവിടേക്കും പോണ്ട. അവസാന പ്രവാചകൻ അറേബ്യയിൽ വരാൻ സമയമായിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി ചോദിച്ചു, ഒരാൾ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ അയാൾ നബിയാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോ 3 അടയാളങ്ങൾ പറഞ്ഞു. അതാണ് ദലായില്. അതിനാണ് പറയുന്നത് കേട്ടോ. ഒന്ന് അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കുകയില്ല. അതിനാൽ അവസാന പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അമ്പിയാക്കൾ ഹദിയ ഭക്ഷിക്കും. അതിനാൽ അവസാന പ്രവാചകൻ ഹദിയ ഭക്ഷിക്കും. രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ്, പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേലറിയിക്കുന്ന ഖാതമുൻ നുബുവ്വ എന്ന ഒരു സീല് അവസാന പ്രവാചകന്റെ മുതുകത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. 3 അടയാളങ്ങൾ പറഞ്ഞു. സൽമാൻ അറേബ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരു കൊള്ള സംഘം അദ്ദേഹത്തെ കണ്ടു. തട്ടിക്കൊണ്ടുപോയി അടിമച്ചന്തയിൽ അടിമയായി വിറ്റു. സൽമാനെ ഈത്തപ്പനത്തോട്ടങ്ങളുടെ ഉടമയായ ഒരു ജൂതനായ മനുഷ്യൻ വാങ്ങി. ഈത്തപ്പനത്തോട്ടത്തിലാണ് ജോലി. അടിമകൾക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം ഉണ്ടാവില്ല, സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൈമാറി വിറ്റ് വാങ്ങി വിൽപ്പന നടത്തി വാങ്ങലുണ്ടായി. സൽമാൻ മദീനയിൽ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയും പാറാവുകാരനുമൊക്കെയായി എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ടെന്ന വാർത്ത പറഞ്ഞു. അവസാന പ്രവാചകൻ മദീനയിലെത്തിയിട്ടുണ്ടെന്ന വിവരം കേട്ടപ്പോൾ സൽമാൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഈത്തപ്പനത്തോട്ടത്തിലെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പിടി കാരക്കയെടുത്ത് യജമാനനോട് സമ്മതം വാങ്ങി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് ആ കാരക്ക നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കൂല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നബി തങ്ങൾ സ്വതക്ക കഴിച്ചിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ തിന്നും, സ്വതക്കൊന്നുമില്ല. അപ്പൊ സൽമാന് മനസ്സിലായി, ഒന്നാമത്തെ തെളിവ് ഓക്കെയാണ്, മടങ്ങി. അടിമയായതുകൊണ്ട് തോനെ നിൽക്കാൻ കഴിയൂല, വേഗം മടങ്ങി. രണ്ടാമതൊരിക്കൽ ഈ തപ്പനത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് അല്പം കാരക്കയെടുത്ത് യജമാനനോട് സമ്മതം വാങ്ങി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് ഹദിയയാണ് എന്ന് പറഞ്ഞപ്പോ വാങ്ങി. 3 എണ്ണം കഴിച്ചു. ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്തപ്പോ സൽമാൻ പറഞ്ഞു, രണ്ടാം തെളിവും ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു, മടങ്ങി. ഇനി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുകത്തുണ്ട് എന്നാണ്. പക്ഷെ അതാരും കാണൂല. എന്താ കാരണം? മുത്തുനബി കുപ്പായം കഴിച്ചൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷർട്ടയിക്കൽ പതിവില്ല. കമീസ് ധരിക്കാതെ, ചുമൽ മറക്കാതെ നബി തങ്ങൾ നടക്കൂല, ഒരിക്കലും കാണൂല. വളരെ അപൂർവമായിട്ട്
കാണാൻ വേണ്ടി പരിശ്രമിച്ച് കണ്ടു. സവാദ് റളിയല്ലാഹു അൻഹു അണഞ്ഞൂട്ടി പിടിച്ചിട്ട് മുത്തി മണത്തത് ബദറിന് ശേഷം കാണൂല, സാധാരണഗതിയിൽ കാണൂല. സൽമാൻ പല ശ്രമവും നടത്തി, കാണൂല. ആയിടെ ഒരു സ്വഹാബി മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു. സ്വഹാബത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള്. ഖബറടക്കാൻ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അതിലൊന്ന് നബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കാണുകയാരം ഖബറളക്കുമ്പോ ഏതായാലും കുപ്പായം കഴിച്ചാതിരിക്കൂലല്ലോ എന്ന് കരുതി സൽമാൻ നേരത്തെ പോയി. ഖബറളക്കാൻ നബി ഉണ്ട്, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല. ഖബറിന്റെ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, കാണാണ്ടോ, കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും, കാണാണ്ടോ എന്ന്, കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല. അങ്ങനെ മറവ് ചെയ്യൽ കഴിയുന്നത് വരെയും നോക്കി, മൂടുകല്ല് വെച്ചു, മറവ് ചെയ്തു, കാണാനില്ല. എല്ലാവരും പിരിയാൻ തുടങ്ങി. കുറച്ചാൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനെ നോക്കിയിട്ട് പറഞ്ഞു, സൽമാനല്ലേ ആ നിക്കണത് എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ കുപ്പായത്തിന്റെ കുടുക്കയച്ചിട്ട് ഇതല്ലേ ജാ നോക്കണ സാധനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ദലാഇൽ എന്ന് പറയുന്നത്. താരീഖ് അങ്ങനെ നീണ്ടുപോകട്ടോ. ദലാഇൽ ഇവിടെ അവസാനിക്കാണ്, ചരിത്രം അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. എന്താ ചരിത്രം? സൽമാൻ അൽ ഫാരിസി ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ യജമാനന് ദേഷ്യം വന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യം പിൻവലിച്ചു. മോനെ തേനേന്നൊക്കെ പറഞ്ഞിരുന്നു, ഒക്കെ മാറി, എല്ലാം പോയി. രാത്രി ഉറങ്ങാനയക്കൂല, മര്യാദക്ക് ഭക്ഷണം കൊടുക്കൂല, രാത്രിയും പകലും ജോലി തന്നെ. എടങ്ങറുണ്ടായി. വല്ലാതെ ഇടങ്ങാറായപ്പോ ഒരു ദിവസം മുത്തുനബിയുടെ ഹദറത്തിൽ വന്ന് സൽമാൻ പറഞ്ഞു, അള്ളാന്റെ റസൂലെ എനിക്കൊന്ന് അടിമത്വ മോചനം ലഭിക്കണം, അതിന് എന്തെങ്കിലും ഒരു വയ്യങ്ങൾ ഉണ്ടാക്കി തരണം, സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രധാനപ്പെട്ട ചില സഹാബത്തും കൂടി സൽമാനുൽ ഫാരിസിയുടെ യജമാനനെ കാണാൻ വേണ്ടി പോയി. യജമാനനോട് ചോദിച്ചു, സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചു. ആ വിൽക്കാന്ന് പറഞ്ഞു. എന്താ തരണ്ടെന്ന് ചോദിച്ചുമ്പോ തൊള്ളേ കൊള്ളാത്ത വില പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ ഒരു വില, വാങ്ങരുത് എന്ന് കരുതിയിട്ടുള്ള ഒരു വില. എന്താ വില അറിയങ്ങള്? ഒരു മരുഭൂമി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയില് 300 ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് വെള്ളവും വളവും നൽകി നോക്കി വലുതാക്കിയിട്ട് 300 എണ്ണത്തുമെന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്നു മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പാണ്. പക്ഷെ മുത്തുനബി അഗ്രിമെന്റ് എഴുതി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതി 300 ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അയിമന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്താൽ സ്വതന്ത്രനാകുമെന്ന് കരാർ എഴുതി. പള്ളിയിൽ വന്ന് നബി തങ്ങൾ വഅദ് പറഞ്ഞു, സഹാബ, സൽമാനുൽ ഫാരിസിയുടെ മോചനത്തിന് വേണ്ടി എല്ലാരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാരും ഓരോ ഈത്തപ്പന മരം, 2 മരം, 3 മരം, 30 മരമൊക്കെ ഓഫർ ചെയ്തു. 300 എണ്ണായി. 300 ഓഫർ വന്നപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൽമാനോട് പറഞ്ഞു, സൽമാനെ, ഇങ്ങളാ സ്ഥലത്ത് പോയിട്ട് 300 കുയ്യുത്തിക്കോളി, ഈത്തപ്പന മരം കുഴിച്ചിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ സൽമാൻ അൽ ഫാരിസി ആ മരുഭൂമിയിൽ പോയി 300 കുഴി ഉണ്ടാക്കി. കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോ ഓഫർ ഉണ്ടായിരുന്ന ഈത്തപ്പന മരങ്ങളൊക്കെ വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഓരോ മരങ്ങൾ ഇങ്ങനെ ബിസ്മില്ലിച്ച് കുഴിച്ചിട്ടു. സൽമാനോട് പറഞ്ഞു, വെള്ളം നനച്ചു കൊടുക്കി, വളം എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കി, വേഗം വലുതായിക്കോളും എന്ന് പറഞ്ഞു. മരങ്ങൾ വേഗത്തിൽ വലുതായി, വളരെ പെട്ടെന്ന് വലുതായി, പെട്ടെന്ന് കായ്ച്ചു. 299 മരങ്ങളിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു. തങ്ങളെത്തിയിട്ടുണ്ട്, വയത് കയ്യും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഇരിക്കല്ലാരും 299 മരങ്ങൾ കായ്ച്ചു, ഒരു മരം കായ്ച്ചില്ല എന്നാണ്. ഈ ഒരു മരം കായ്ക്കാതിരുന്നപ്പോ ഉമർ റളിയല്ലാഹു ഒരു കാര്യം പറഞ്ഞു. നബിന്റെ അടുത്ത് എല്ലാ സ്വകാര്യത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ ഒരു സ്വകാര്യം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ആ കായ്ക്കാത്ത ഒരു മരം ഉണ്ടല്ലോ, അത് ഒന്ന് സ്പീഡായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കി 299 നബി തങ്ങൾ കുഴിച്ചിട്ടതാണ്, ഒന്നും ഉമർ ഖത്താബ് ആയിരുന്നു. അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മരം അങ്ങോട്ട് പറിച്ചിട്ട് ആയിക്കെന്ന് കുഴിച്ചിട്ടു. എന്നിട്ടത് വലുതായി, അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു. സൽമാൻ അൽ ഫാരിസി സ്വതന്ത്രനായി. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് മഹാനവറുകൾ നേതൃത്വം നൽകി. അപ്പൊ സൽമാൻ കണ്ട ആ സാധനം ഉണ്ടല്ലോ, അതാണ് ദലായിലുകൾ. പിന്നുള്ളത് ഫളായിലാണ്, പ്രത്യേകതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളല് സാധാരണഗതിയിൽ ഒരു മനുഷ്യനില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫളല് ഇത് മൂന്നും പഠിക്കലാണ്. നബിതങ്ങളെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ പഠിച്ചാലാണ് ഈമാൻ ഉറക്കുക. അള്ളാഹു നമ്മളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. മഹത്തുക്കളായ മുൻഗാമികൾ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ.